അപ്പാ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണല്ലോ കർത്താവേ. അപ്പാ തിരു സാന്നിധ്യം കൊണ്ട് അടിയങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലം കർത്താവേ ഗാനം ആലപിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിപ്പാൻ തക്കവണ്ണ സ്വർഗ്ഗം സഹായിക്കണമേ കർത്താവേ. അതുപോലെ കാലം വചനം ഘോഷിക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അഭിഷേകത്താൽ അവരെ നിറയ്ക്കണ, ആത്മീയ കൃപകളാൽ അവരെ നിറയ്ക്കണം കർത്താവേ. അവരിലൂടെ ദൈവശബ്ദം കേൾപ്പിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. അത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ കർത്താവേ അനുഗ്രഹമായി മാറുവാൻ, അവരുടെ ആത്മീയ പ്രചോദനത്തിനായി അത് തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം അപ്പത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് കർത്താവേ ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ ഗാനങ്ങൾ ആലപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എല്ലാവരും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നത്, മറ്റൊന്നിനെയുമല്ല, കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. സോ കർത്താവിൻ്റെ മകൻ വന്ന് മുൻപോട്ട് പാട്ടുകൾ പാടി നമ്മളെ സഹായിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെങ്കടൽ കടന്ന മിയാം തൻ കൈയിൽ അപ്പെടുത്താർത്തത് പോൽ, ചെങ്കടൽ കടന്ന മിറിയാം തൻ കൈയിൽ അപ്പെടുത്താർത്തത് പോൽ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും
ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ഞാൻ നിന്നെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മാർക്കോസിൻ മാളികയിൽ, ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മാർക്കോസിൻ മാളികയിൽ, നിന്നാത്മം പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാത്മം പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിൻ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ. നിൻ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ഞാൻ നിന്നെ ആരാധിക്കാൻ. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി, പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ചെങ്കടൽ കടന്ന മിർയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തത് പോൽ, ചെങ്കടൽ കടന്ന മിർയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തത് പോൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ, ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ചേർന്ന് ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടും നീതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കറപൊക്കി, പാവന നീളം തന്നു പാപത്തിൻ കറപൊക്കി, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ രക്ഷിച്ചതാൽ നിന്നെ എല്ലാവരും അല്പനേരം കരങ്ങളെ തട്ടി യോഗ്യനേ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് ആരാധിച്ചു.
ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എല്ലാവരും അല്പനേരം അന്യഭാഷയിൽ ആരാധിക്കേണ്ടവർ അന്യഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അല്പനേരം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ. ഹല്ലേലൂയ. പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാത്മം പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ചെങ്കടൽ കടന്ന മിർയാം തൻ കയ്യിൽ എടുത്താർത്തത് പാപത്തിൻ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ശക്തമായി ഇറങ്ങി പ്രവർത്തിക്കുവാൻ എല്ലാവരും കരങ്ങളെ അടിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കാം. ഹല്ലേലൂയ. ജീസസ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നടുവിൽ ഞങ്ങൾ ആരാധിച്ചിടും. ഇവിടെ പ്രിയ അച്ഛൻ പാടുമ്പോൾ ഇങ്ങനെ ഒരു പദം ആ പാട്ടിന്റെ ഇരടിയിലൂടെ വന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ. ഒത്തിരി യോഗ്യന്മാര് നമ്മുടെ ഭൂമിയിലുണ്ട്. അവരെല്ലാം അയോഗ്യന്മാരാണ്. അവരുടെയൊക്കെ പല കുറവുകളുള്ളവരാണ്. എന്നാൽ യോഗ്യനായ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ച് ആരാധിക്കുവാൻ ദൈവം നമുക്ക് സാവകാശവും സന്ദർഭങ്ങളും നൽകുമ്പോൾ ആരും ക്ഷീണിച്ചിരിപ്പാനല്ല. ഞാനും നല്ല യാത്ര ചെയ്ത ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. വെളുപ്പിനെ ഏകദേശം 6 മണിയോടുകൂടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഏകദേശം 11 മണി 12 മണിയാകുമ്പോൾ എൻ്റെ സ്ഥലത്ത് കിലോമീറ്ററുകൾ വാഹനം ഓടിച്ച് ഞാൻ കഴിഞ്ഞാണ് ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലേക്ക് ഞാൻ 6 മണിയോടുകൂടെ വണ്ടി ഓടിയെത്തിയത്. വീട്ടിൽ അല്പം മിനിറ്റുകൾ മാത്രമേ ഞാൻ വിശ്രമിച്ചുള്ളൂ. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ മീറ്റിങ്ങിനെ പറ്റിയുള്ള ഭാരം, ഇത് കർത്താവിനെ ആരാധിക്കാനുള്ള വാഞ്ച ആണ്. ഇന്ന് രാത്രി മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്ത് ക്ഷീണമുണ്ട്. പക്ഷെ അതെല്ലാം മറന്ന് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത് ലോകത്തിൽ ആരും പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. എൻ്റെ മുൻപിൽ എനിക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഞാൻ ഓടുവാൻ ആ യോഗ്യനാക്കി തീർക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരു പാട്ടിൻ്റെ ഇരടികളിലൂടെ തീ പോലെ ഇറങ്ങണമെന്നുള്ള പാട്ടിൻ്റെ ഇരടി ചേർന്ന് ചില വരികൾ മാത്രം കർത്താവിൻ്റെ മകൻ അത് പാട്ടുപാടി നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ 2 വരികൾ 2-3 വരികൾ മാത്രമാണ് നമുക്ക് പാടാൻ ഇന്നത്തെ രാത്രി സമയമുള്ളൂ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് സമയങ്ങൾ വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഉപരി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അല്പസമയം നിങ്ങളുടെ കരം ഒന്നടിച്ച്, വീഡിയോയിൽ എല്ലാവരും വരണം. ഞാൻ എല്ലാ ആഴ്ചയിലും പറയത്തില്ല, വീഡിയോയിൽ വരണം. നിങ്ങൾ ഒരു ഇത് ചെയ്യില്ല. എബി ചാക്കോ എന്ന് പറയുന്ന 3-4 ഡിവൈസിൽ എൻ്റെ പേരിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു ഡിവൈസിലാണ് വരുന്നത്. ഒരെണ്ണത്തിനകത്തേ ഞാൻ വരുന്നുള്ളൂ, മറ്റുള്ള ഡിവൈസിലൊന്നും ഞാനില്ല. അത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്, ഞാൻ അതിനകത്തില്ല എന്ന്. ഞാനുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ചില വരികൾ മാത്രം ചേർന്ന് പാടി കരങ്ങളെ തട്ടി, എല്ലാവരും കരങ്ങളെ തട്ടി, എല്ലാവരും ആരും മൗനമായിരിക്കരുത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ കാണുന്നില്ലായിരിക്കും നിങ്ങൾ കൈയടിക്കുന്നത്, പക്ഷെ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. പ്രിയ അച്ചായ മുൻപോട്ട് വന്ന പാട്ടിൻ്റെ ഇരടികൾ 2 സ്റ്റാൻസ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവമേ ഇന്ന് രാത്രി തീ പോലെ അന്ത്യകാല അഭിഷേകം എൻ്റെ മേൽ പകരണമേ എന്നുള്ള വളരെ പ്രത്യാശയോടെ നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിൻ മേലും
കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ ചേർന്നമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ, ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണം. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ ഓ കരമടിച്ച് ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിൽ ആമേൻ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആവാഹു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി
ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. ഞാനിരിക്കുന്ന മുറിക്കകത്ത്, ഞാനിരിക്കുന്ന അവിടെ ഈ ദൈവ സാന്നിധ്യം എന്റെ മേലും ഇറങ്ങി വരുവാൻ ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി, കൊടുങ്കാറ്റ് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ വീടിനകത്തേക്ക് ഇറങ്ങുന്ന രാത്രിയായി എത്ര പേര് ആഗ്രഹിക്കുന്നവരുണ്ട്? അവരെന്റെ ദൈവത്തെ ഒന്ന് പാടി ആരാധിച്ചോട്ടെ. കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ ഇറങ്ങണമേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിയായി ഒഴുകണമേ. ഈ ഒഴുക്ക് നമ്മുടെ മേൽ നടക്കുവാൻ ആത്മനദിയായി ഒഴുകണമേ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ നദി എന്റെ മേലൊന്ന് ഒഴുകട്ടെ, എന്റെ കുടുംബത്തിന്റെ മേൽ ഈ നദി ഒന്ന് ഒഴുകട്ടെ, എന്റെ ശുശ്രൂഷയുടെ മേൽ ഈ നദി ഒന്ന് ഒഴുകട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകളിലും ഈ നദി ഒന്ന് ഒഴുകട്ടെ. പരിശുദ്ധനായ ദൈവം തന്റെ ഓമനകുമാരനായ ക്രിസ്തുവിനെ നമ്മുടെ നടുവിലേക്ക് വിട്ടു. എന്തിന്? നമ്മുടെ ഉള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട്. ആ സ്നേഹത്തിന്റെ ആഴം അനുഭവിക്കുന്നവർ പറ. നീ ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും, നീ ഏത് സാഹചര്യത്തിന്റെ നടുവിലായാലും എൻ്റെ അടുത്തേക്ക് ഒഴുകി വരുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ കരം ഇന്ന് രാത്രി ഞാൻ കാണുകയാണ്, ഞാനത് അനുഭവിക്കുകയാണ്. ലോകത്തിൽ എല്ലാവരും അനുഭവിക്കുന്നതിലുപരി എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുമ്പോൾ പൂന്തോപ്പിലെ ജോയി ചായന് ശബ്ദമുയർത്തി തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പൊതുവിനെ വഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ ജോസഫ് പ്രാർത്ഥിച്ചാണ്. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്കായി കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം നാൾ കർത്താവെ അങ്ങയുടെ പൊന്നുസന്നിധിയിലേക്ക് അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ചു വരുവാനും കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി പാടി ആരാധിക്കുവാനും കർത്താവെ അപ്പച്ചാ സ്തുതിക്കുവാനെല്ലാം കർത്താവ് ഒരുക്കി തന്ന ഈ വിലയേറിയ സമയത്തിനായി കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങയുടെ നിയോഗത്താൽ കർത്താവെ 3ാം വാരം കർത്താവെ ഉപവാസ പ്രാർത്ഥനയായി കർത്താവെ ഞങ്ങൾ ആചരിച്ചു വരികയാണല്ലോ. കർത്താവെ ഏത് നിയോഗത്തിലാണ് കർത്താവെ അവിടുന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കർത്താവെ, ആ നിയോഗത്തിന്റെ കർത്താവെ അവസാനം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി കർത്താവ് ഒരുക്കണമേ എന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കാണ്. കർത്താവെ ഈ പ്രാർത്ഥന കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ കർത്താവെ ഈ പ്രാർത്ഥനയെ നയിക്കപ്പെടുമാറാകണം. കർത്താവെ അപ്പച്ച ഈ മാധ്യമത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാണ്. കർത്താവെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവെ അവരനുഗ്രഹിക്കപ്പെടണം. കർത്താവെ ഉപവാസത്തിലായിരിക്കുന്ന കർത്താവിന്റെ മക്കൾക്കെല്ലാം കർത്താവെ അതൊരു വിടുതലും അനുഗ്രഹവുമാക്കി കർത്താവ് ഒരുക്കണമേ എന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കാണ്. ഇന്നത്തെ കർത്താവെ ശുശ്രൂഷ കർത്താവെ അപ്പച്ച അനുഗ്രഹമാക്കി കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു.
ഇന്നത്തെ തിരുവചനം കർത്താവെ അപ്പച്ച സംസാരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ കർത്താവിന്റെ അഭിഷേകത്തിലൂടെ കർത്താവ് ഞങ്ങളോട് ഇടപെടണം. നല്ല പ്രബോധനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് തരണം. നല്ല ദൂതുകൾ കർത്താവെ ഞങ്ങൾക്ക് കൈമാറണം. അതിലൂടെ ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി കർത്താവെ ഞങ്ങളുടെ കുറവുകളെ കർത്താവെ അപ്പ നിരപ്പാക്കി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ എന്നപ്പച്ചോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ കേൾക്കുന്ന വചനം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കർത്താവെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാനും കർത്താവെ അത് അവരുടെ ഉള്ളത്തിൽ കർത്താവെ പരിവർത്തിക്കുവാൻ തരത്തവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കാണ് കർത്താവെ. ഈ ഉപവാസ പ്രാർത്ഥന സഭയ്ക്ക് പൂർണ്ണമായ ഒരു വിടുതലായി തീരുമണമേ എന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവിന്റെ അഭിഷേകത്തിനും കുടുംബത്തിനും വിടുതലായി തീരണം കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും വിടുതലായി തീരണം കർത്താവെ. ദേശത്തിന് വിടുതലായി തീരണം കർത്താവെ. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളൊന്നും കർത്താവ് കണക്ക് വയ്ക്കല്ലേ എന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകൾ കാരണം കർത്താവെ ഈ പ്രാർത്ഥന കർത്താവെ അപ്പച്ച അനുഗ്രഹിക്കപ്പെടാതെ പോകരുത് കർത്താവെ. അവിടുത്തെ തങ്കച്ചോരയാലും ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിച്ചു കർത്താവെ. ഈ പ്രാർത്ഥന കർത്താവ് ഏറ്റവും വിടുതലും അനുഗ്രഹമാക്കി കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്തു കർത്താവെ. കടന്നു വന്ന എല്ലാവരെയും കർത്താവെ ഒരിക്കൽ കൂടി കർത്താവിന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. അഭിഷക്തനെയും വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ എല്ലാം കർത്താവെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ അപ്പച്ച സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു അപ്പച്ചന്റെ അൻപുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ ആമേൻ. നല്ല ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്കിന്ന് രാത്രിയിൽ ഒന്നിച്ച ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കി. ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് സ്തുതിക്കുകയാണ്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ലൈവ് പോകാതിരിക്കുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ അപ്ലോഡിങ് സ്പീഡ് അവിടെ കേബിൾ നെറ്റ്വർക്കിന് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് നമുക്ക് ലൈവായിട്ടത് കൊടുക്കാനായിട്ട് കഴിയാതെ നമ്മൾ ഭാരപ്പെടുന്നു. കർത്താവ് അനുവദിച്ചാൽ ഈ ദിവസങ്ങൾ അതിന് പരിഹാരമായിട്ട് പല ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അത് പൂർണ്ണമായിട്ട് വരും. ഇന്ന് നടക്കുന്ന മീറ്റിങ്ങിൻ്റെ മെസ്സേജ് നാളെ നമുക്കത് ലഭിക്കും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപയാൽ ഇടയാക്കിയല്ലോ. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നത് നമ്മുടെ ആലയത്തിലുള്ള 2 കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. വളരെ സന്തോഷമുണ്ട് അവരെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആൽവിൻ പാസ്റ്ററാണ്. 2 ഇന്ന് സാമിന് ഞാൻ മെസ്സേജിനുള്ള ടൈം ഞാൻ അല്പസമയം കൊടുക്കാൻ ആഗ്രഹിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നിയോഗം എനിക്ക് ആ വിഷയത്തിൽ ലഭിച്ചു. സന്തോഷമുണ്ട്. സ്വന്തം മോനെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു പിതാവ് എന്ന നിലയിൽ അഭിസംബോധന ചെയ്ത സ്നേഹത്തോടു കൂടി ആ പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പോയ ശേഷം വൈകിട്ട് ഓടി വന്ന് പെട്ടെന്ന് ഞാൻ ക്വിക്കായി ഒരുങ്ങി ആലയത്തിലേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ അവൻ്റെ തലയിൽ കൈവച്ചവനെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഒരു കാര്യം എൻ്റെ വായിൽ ഇങ്ങനെ വരാനിടയായി. ഞാൻ ഇന്ന് അവൻ ജനിച്ച സമയത്ത് അവൻ ഹോസ്പിറ്റലിൽ അവൻ്റെ പ്രിമിച്ചർ ആ സമയത്ത് അവൻ ഹോസ്പിറ്റൽ കോലഞ്ചേരി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ അവൻ അഡ്മിറ്റ് ആയ സമയം. ഇന്ന് ഏകദേശം ഞാൻ കോലഞ്ചേരി വഴി മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ കോതമംഗലത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ പുത്തൻകുരിശ് വഴി സഞ്ചരിക്കുന്ന കോലഞ്ചേരിയിലെത്തിയപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലൂടെയാണ് ഞാൻ സഞ്ചരിപ്പാൻ ഇടയായത്. ഞാൻ അവിടെ നിന്ന ഓരോ രംഗങ്ങളും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എൻ്റെ യാത്രയുടെ നടുവിൽ ഓടി വരുവാൻ ഇടയായി. ഇവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ബസ് കാത്തു നിന്ന ഓർമ്മകളും പല ഓർമ്മകളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. എന്നാൽ അവൻ്റെ യൗവന പ്രായത്തിൽ തന്നെ യേശുവിനെ ഉയർത്തുവാൻ, ഒരു പിതാവ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിപ്പാൻ, ഒരു പിതാവ് എന്ന നിലയിൽ എനിക്ക് അവനെ ഈ മീറ്റിങ്ങിലേക്ക് അവനെ ക്ഷണിച്ചു വരുത്തുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ആൽവിൻ പാസ്റ്ററെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയാണ്. വളരെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഒരു മടിയും കൂടാതെ കർത്താവിൻ്റെ വചനം പ്രസംഗിപ്പാൻ ഇന്ന് 2 പേരെയും ദൈവം പ്രാപ്തരാക്കുവാൻ തന്നിൽ കൊടുത്തിരിക്കുന്ന ദൈവിക ദൂതുകൾ ഇരുവരിലൂടെയും പരിശുദ്ധാത്മാവ് എന്ത് സംസാരിക്കണം. ഇവരാരും വലിയ സ്കോളേഴ്സ് അല്ല,
പക്ഷെ പരിശുദ്ധാത്മാവരുടെ വാകൾ തുറക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നവരുണ്ട്? ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എന്നോട് സംസാരിക്കും. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ കഴിയുന്നവർ ആ വിശുദ്ധ കരമുയർത്തി. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന എല്ലാവരെയും എൻ്റെ മുൻപിലുള്ള സ്ക്രീനിൽ എനിക്ക് നിങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വലം കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാമം ഇന്ന് രാത്രി മഹത്വപ്പെടുത്തട്ടെ. ഒടുവിലായി ദൈവം തന്ന ദൂതുകൾ ശക്തമായും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. നാളെ കർത്താവിൻ്റെ ദാസി നമ്മുടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ശനിയാഴ്ച കർത്താവിൻ്റെ ദാസൻ സൗത്ത് ആഫ്രിക്കയിലും UAE ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്തൃദാസൻ ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരുവാനിടയായിത്തീരും. ഞായറാഴ്ച വിശുദ്ധ സഭായോഗത്തോടു കൂടി നമുക്ക് ഇത് മീറ്റിംഗ് ഈ ആഴ്ച അവസാനിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഗാഡ് ബ്ലസ് യു. ഐ ഇൻവൈറ്റ് പാസ്റ്റർ ആൽവിൻ തോമസ് കം ഫോർവേഡ് ആൻഡ് ഷെയർ ദ വേർഡ് ഓഫ് ഗാഡ്. ഗാഡ് ബ്ലസ് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നല്ലൊരു സമയം ദൈവം നമുക്ക് ഒരുക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ദൈവവചനം സംസാരിക്കുവാൻ ദൈവം ഒരു അവസരം ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബി ചാക്കോ എനിക്ക് ഈ സമയം തന്നതിനായിട്ട് ഞാൻ പാസ്റ്റർ നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 21-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അതിൻ്റെ 1 തൊട്ട് 4 വരെ. ആരെങ്കിലും ഒരാൾ വായിച്ചോട്ടെ. ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. ചിലർ ദേവാലയത്തെ കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുമെന്ന് അവൻ പറഞ്ഞു. ഗുരു, അത് എപ്പോൾ ഉണ്ടാകും? അത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1 തൊട്ട് 4 വരെ മാത്രം വായിച്ചാൽ മതി. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം, ഇവിടെ നമുക്ക് ഓഡിബിൾ അല്ലാത്തതുകൊണ്ട്. അവൻ തലമുക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. മതി, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഈ വചനത്തിൽ കൂടെ നമ്മൾ അല്പനേരം കർത്താവേ ഹല്ലേലൂയ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, കർത്താവേ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ, കർത്താവേ ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും കർത്താവ് നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ ആത്മീയ കണ്ണുകളെ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കർത്താവെ ചെവികളെ നീ തുറക്കണമേ. കർത്താവെ നിൻ്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നീ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ അധികം സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു ചിന്ത ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന അത് ഞാൻ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മളിപ്പോൾ വായിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്. ഹല്ലേലൂയ. നമ്മളിത് വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ലൂക്കോസിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രന്മാരും അനാഥരും സമുദായത്തിൽ ഏറ്റവും കുറഞ്ഞ് താഴ്ന്ന ജാതിയിലുള്ളവരായിരുന്നു അവരുടെ ലൂക്കോസിൻ്റെ മെയിൻ ഓഡിയൻസ്. അന്യജാതി വരുന്ന വിശ്വാസികളായിരുന്നു ലൂക്കോസിൻ്റെ മെയിൻ ഓഡിയൻസ്. എന്നാൽ ഇവർക്ക് വേണ്ടി ഈ സുവിശേഷം എഴുതുമ്പോൾ
ലൂക്കോസിൻ്റെ മെയിൻ ഓഡിയൻസ് ആയിരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ മെയിൻ പർപ്പസ് എന്തുമായിരുന്നു? പർപ്പസ് ആയിരുന്നു ഇവരോട് പറയാൻ, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്, ദൈവം നിങ്ങളെ നോക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് ആരും കാണുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കില്ല. അത് കർത്താവ് അത് കാണുന്നുണ്ട്, ദൈവം അത് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനകളെ ദൈവം ചെവി കൊടുക്കുന്നുണ്ടെന്ന് ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ അവിടെ പഠിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു വിധവയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്ത്രീ വിധവ മാത്രമല്ല, പക്ഷെ സമുദായത്തിൽ ഏറ്റവും താഴ്ന്ന ആ ഒരു ലെവലിൽ കടക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ ഈ സ്ത്രീയെ കുറിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യേശു ഇവിടെ യെരുശലേമിലായിരിക്കുമ്പോൾ അവിടെ ഈ ടെമ്പിൾ ട്രഷറി എന്ന് പറയും, ആലയത്തിലുള്ള ഓഫറിങ് കൊടുക്കുന്നൊരു സ്ഥാനത്ത് അവിടെ എല്ലാവരും വന്ന് ഓഫറിങ് കൊടുക്കുന്ന ആ സമയത്ത് ഹല്ലേലൂയ യേശു കാണുന്ന ഒരു കാഴ്ചയാണ്. ഹല്ലേലൂയ. ഈ വിധവ സ്ത്രീ വന്ന് അവിടെ എന്ത് ചെയ്യുന്നത്? 2 കാശ് അവിടെ ഇടുന്നത്. ഹല്ലേലൂയ. അല്ല, ഈ 2 കാശ് അവിടെ ഇടുമ്പോൾ അതിനൊരു മഹത്വമുണ്ട്. ആ മഹത്വം എന്തുവാണ്? ഹല്ലേലൂയ. ഈ സ്ത്രീയെക്കുറിച്ച് കർത്താവിനൊരു അപ്രീസിയേഷൻ പറയാനുണ്ട്. ഹല്ലേലൂയ. എത്രയോ പേരവിടെ വരുന്നുണ്ട്, എത്രയോ പേരവിടെ ധനം അവരുടെ ഇടുന്നുണ്ട്, കാശ് അവരിടുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ സ്ത്രീനെ കുറിച്ച് അവിടെ പറയുന്നത് എന്തുവാ? ഈ സ്ത്രീനെ കുറിച്ചാണ് യേശുവിന് ഒരു അപ്രീസിയേഷൻ പറയാനുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ അപ്രീസിയേഷൻ എന്തോ പറയുന്നത്? മൂന്നാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, ഐ ടെൽ യു ദ ട്രൂത്ത്, ഹി സെഡ്, ദിസ് പുവർ വിഡോ ഹാസ് പുട്ട് ഇൻ മോർ ദാൻ ഓൾ ദി അതേഴ്സ്. അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 3-ാമത്തെ വാക്യം. വാക്യം മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ ദരിദ്രമായ വിധവ എല്ലാവരെക്കാട്ടും അധികമായി ഇട്ടിട്ടുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അവിടെ ആ ഒരു അപ്രീസിയേഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ആ യേശു അവിടെ എത്രയോ പേര് അവിടെ വന്ന് വഴിപാടിടുന്നുണ്ട്, അവരുടെ ഓഫറിങ്സ് അവർ ഇടുന്നുണ്ട്. പക്ഷേ യേശുവിന് പറയാനുള്ളത് ഈ സ്ത്രീയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ലൂക്കോസ് ഈ സുവിശേഷം ഞാൻ ആദ്യമേ പറഞ്ഞ ലൂക്കോസ് അത് എഴുതുമ്പോൾ അവിടെ ഈ വിധവ സ്ത്രീയെക്കുറിച്ച് പറയും. ഈ വിധവ സ്ത്രീക്ക് ഒരു സ്ഥാനവും സമുദായത്തിൽ, ഒരു സ്ഥാനവും, ഒരു സ്റ്റാറ്റസോ, ഒരു പൊസിഷനോ, ഒരു റാങ്കോ ഒന്നുമില്ല. പക്ഷേ ഈ സ്ത്രീയെ കുറിച്ച് യേശുവിന് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നതാണ്, ഈ സ്ത്രീ ബാക്കിയുള്ളവരെക്കാട്ടും അധികമായിട്ടിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി ഹല്ലേലൂയ എപ്പോഴാണ് ദൈവത്തിൽ നിന്നൊരു അപ്രീസിയേഷൻ പ്രാപിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ചിലർ എന്നോട് പറയാറുണ്ട്, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം. പണ്ട് ഞാൻ സെമിനറി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു, എടാ എനിക്ക് ബെന്നിഹിൻ പോലെ പ്രസംഗിക്കണം, അപ്പോഴേ ഉള്ളൂ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുള്ളൂ. എനിക്ക് ബില്ലിഗ്രാമെ പോലെ പ്രസംഗിക്കണം, അപ്പോഴേ ഉള്ളൂ എനിക്ക് ദൈവത്തെ ശരിക്കും മഹത്വപ്പെടുത്താൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു വലിയൊരു സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എനിക്ക് കർത്താവിൽ നിന്നൊരു പ്രശംസ ഞാൻ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ബില്ലിഗ്രാം എല്ലാവരും ചെയ്തത് അത് എന്താ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അവരെല്ലാവരും ചെയ്ത് ദൈവം അവർക്ക് തന്ന കൃപയിൽ അവർ നിന്ന് ചെയ്താണ്. പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് പതിയുന്ന എന്തുവാ? ബില്ലിഗ്രാം പോലെ ഞാൻ നിന്നാലേ ഉള്ളൂ കർത്താവിൽ നിന്ന് ഞാൻ പ്രശംസ പ്രാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ബൈബിളിൽ അങ്ങനെയല്ല പ്രശംസ പ്രാപിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ ദൈവത്തിൻ്റെ ഒരു അപ്രൂവൽ നമ്മൾ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1, 2, 3 യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്തുവാ പറയുന്നത്? യേശു യോഹന്നാൻ സ്നാപൻ്റെ മുൻപിൽ വന്നിട്ട് എന്തുവാ ചെയ്യുന്നത്? പറയുന്നത്, യോഹന്നാൻ സ്നാപൻ പറയുക, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് സ്നാനം പ്രാപിക്കേണ്ടവനാണ്, നീ എന്തിനാ എൻ്റെ അടുത്ത് വരുന്ന സ്നാനം എടുക്കാൻ? അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയുന്നത്? ഈ സമയത്ത് ഇങ്ങനെ തന്നെ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലെറ്റ് ഇറ്റ് ബി ദാറ്റ് ഓൾ റൈച്ചസ്നെസ് ഇസ് ഫുൾഫിൽഡ് ത്രൂ ദിസ്. അപ്പോൾ യേശു എന്ത് ചെയ്യുക? യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പ് എന്ത് ചെയ്യുക? താന്നു കൊടുക്കുവാണ്. ലൈക്ക് ഹീ ഈസ് ഹംബ്ലിങ് ഹിംസെൽഫ് ആസ് എൻ ഒബീഡിയൻറ്റ് സൺ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപാകെ എന്തോ ചെയ്യുന്നത്? സ്വയമേ താഴ്ത്തുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവം അവിടെ വെച്ചപ്പോൾ വെള്ളത്തിൽ മുങ്ങി വെള്ളോട്ട് വരുമ്പോഴാണ് ദൈവം എന്ത് പറയുന്നത്? പിതാവ് എന്ത് പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാനിവൻ
പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിൽ, ദൈവത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കണമെങ്കിൽ, ദൈവം നമ്മളെ മേലിൽ പ്രശംസിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ആവശ്യമുള്ള കാര്യം എന്തുവാ? വലിയ സ്റ്റേജ് അല്ല, ആമേൻ, താഴ്മയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ സ്റ്റേജ് അല്ല, വലിയ പ്രവർത്തികളല്ല, താഴ്മയാണ്. എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കർത്താവെ, നിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ തന്നെ താഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ പറയാൻ എന്തുവാ കാര്യം? അതിന് ആ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 മുൻപേ നമ്മൾ 20 അധ്യായത്തിൽ അതിൻ്റെ 41 വാക്യം നമ്മൾ 41 തൊട്ട് 43 വരെ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ അവരോട്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ? എന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്ക എന്നരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. അവിടെ യേശു ഒരു കാര്യം പറയുക. യേശു അവിടെ പരീശന്മാരോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് എങ്ങനെയാണ് എന്താ പറയുന്നത്? ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ദേ സേ ദാറ്റ് ക്രൈസ്റ്റ് ഇസ് ദ സൺ ഓഫ് ഡേവിഡ്? ആമേൻ. പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിൻ്റെ വംശാവലിയെക്കുറിച്ച് അവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, ക്രിസ്തു എങ്ങനെ ദാവീദിൻ്റെ മകനാകുന്നു. അപ്പോൾ ദാവീദിൻ്റെ താഴ്മയെക്കുറിച്ച് അവിടെ പറയുന്നൊരു കാര്യമാണ്, അല്ലേ? ദാവീദ് അവിടെ ഒരു he said that Lord said to my Lord, sit at my right hand until I make your enemies a footstool for your feet. David calls him Lord. How then can he be his son? Amen. അപ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, ദാവീദിൻ്റെ വംശാവലിയിൽ ക്രിസ്തു വരുന്നത് ദാവീദിൻ്റെ വലിയ മഹത്വം കൊണ്ടല്ല, ദാവീദിൻ്റെ വലിയ എന്താ പറയുന്നത് ശക്തിയോ ബലത്തോടല്ല. ഹല്ലേലൂയ. ദാവീദ് അവിടെ പറയുന്നൊരു കാര്യമാണ്, ദാവീദ് ക്രിസ്തുവിനെ എന്തായിട്ട് വിളിച്ചു? പ്രഭുവെന്നായിട്ട് വിളിച്ചപ്പോഴാണ് ദാവീദിൻ്റെ വംശാവലിയിൽ ദാവീദിനൊരു സ്ഥാനം കിട്ടുന്നത്, ഒരു പ്രശംസ അവിടെ കിട്ടുന്നത്, ഒരു പ്രിവിലേജ് അവിടെ കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയുടെ ഒരു അനുഭവം ഇല്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല, ദൈവത്തിൽ നിന്ന് ഒരു പ്രശംസ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ശരിയായ താഴ്മ എന്തുവാ? നമ്മളെ തന്നെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നതാണോ? അല്ല. ഞാൻ അലൻ എൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുന്നതല്ല അവൻ്റെ താഴ്മ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? നമ്മൾ തമ്മിൽ കാണിക്കുന്ന താഴ്മയല്ല. അവിടെ ആദ്യം നമ്മൾ താഴ്മ കാണിക്കുന്ന ആരോടാണ്? ദൈവത്തിൻ്റെ മുൻപാകെയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത്, ആസ് ഹി ലുക്ക്ഡ് അപ്പ്, ജീസസ് saw the rich putting their gifts into the temple treasury. 21 വാക്യം അവിടെ പറയുന്നത്. 4 വാക്യം നമുക്ക് വായിക്കാം. ഓൾ ദീസ് പീപ്പിൾ ഗേവ് ദെയർ ഗിഫ്റ്റ്സ് ഔട്ട് ഓഫ് ദെയർ വെൽത്ത്. അവരുടെ വലിയ ധനത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? ധനവാനെ കുറിച്ച് എന്തോ പറയുന്നത്, അവരുടെ വലിയ ധനത്തിൽ നിന്ന് എന്ത് ചെയ്തു? അവരവരുടെ ഓഫറിങ് അവിടെ കൊടുത്തു, അവരുടെ വഴിപാട് അവിടെ കൊടുത്തു എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ത്രീ എന്തോ ചെയ്യുന്നത്? അവർക്ക് ജീവിക്കാനുള്ള എല്ലാം എന്ത് ചെയ്തു? ദൈവത്തിൽ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കണം, പരീശന്മാർ വന്ന് അവർ കൊടുക്കുന്നത് എന്തിനുകൊണ്ടാണ്? ഈ ആലയത്തിൽ പൈസ ഇടുന്നത് എന്തുകൊണ്ടാണ്? അന്നത്തെ കാലത്ത് ഈ ആലയത്തെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്തുമായിരുന്നു? ഈ ആലയമുള്ള സമയം വരെ എനിക്ക് ഒരു നാശവും സംഭവിക്കത്തില്ല. ഈ ആലയത്തിൽ ഞാൻ പൈസ ഇടുമ്പോൾ ദൈവം എന്ത് ചെയ്യും? എനിക്ക് പ്രൊട്ടക്ഷൻ തരും, ദൈവം എനിക്ക് ബ്ലെസ്സിങ് തരും, എനിക്ക് അനുഗ്രഹം തരും. അതെല്ലാം പറഞ്ഞ് ഒരു പെർസ്പെക്റ്റീവായിരുന്നു, ആ ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം യെരമ്യാവിൽ കൂടെ പറയുന്നുണ്ട്, ഇവരെല്ലാവരും മന്ദിരവും എന്ന് പറയുന്നുണ്ട്, ആലയം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആലയം ഇവരെന്ത് ചെയ്യത്തില്ല, ഇവരെ രക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വരുന്ന പരീശന്മാരും വരുന്ന ധനവാന്മാരും എല്ലാവരും എന്തോ ചെയ്യുന്നത്? ഒരു സ്റ്റാറ്റസ് പോയിന്റ് മാത്രമല്ല അവർക്ക്. ഞാൻ ഇത്രയും പൈസ ഇട്ടല്ലോ, ഞാൻ ഇട്ടല്ലോ എന്ന്, പൊന്നും വെള്ളി ഞാൻ ഇട്ടല്ലോ എന്നല്ല അവരുടെ ആ ഒരു പ്രശ്നം മാത്രമല്ല അവിടെ ഉള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, എനിക്ക് കിട്ടുന്ന അനുഗ്രഹം, എനിക്കൊരു മറ്റീരിയലായിട്ട് കിട്ടുന്ന ഒരു അനുഗ്രഹം, അതിനു വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആലയത്തിൽ ഞാൻ എൻ്റെ ഓഫറിങ് ഇടുന്നത്. പക്ഷെ ഈ സ്ത്രീ എന്തുവാ ചെയ്യുന്നത്? ഈ സ്ത്രീ വന്നിട്ട് സ്ത്രീക്കുള്ളതെല്ലാം അങ്ങോട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കുക, ആ ആലയത്തിലോട്ട് സമർപ്പിക്കുക. എന്തുകൊണ്ടാ?
ധനവാന്മാർ കണ്ടത് ആലയമാണ്, സ്ത്രീ കണ്ടത് ആലയത്തിലുള്ള ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആലയത്തിലുള്ള ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സകലതും നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. കാരണം എന്തുവാ, ഈ സ്ത്രീ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമല്ല വരുന്നത്. ഈ സ്ത്രീ വരുന്നത് പറയുന്ന ഒരു കാര്യമാണ്. ധനം ആ ഓഫറിങ് ആ ബാഗിനകത്ത് ഇടുമ്പോൾ, ആ ടെമ്പിൾ ട്രഷറിക്കകത്ത് അതിനകത്ത് ഇടുമ്പോൾ ആ സ്ത്രീ പറയുന്നൊരു കാര്യം, കാണിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല, ഈ ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി ഒന്നും മാത്രമല്ല വരുന്നത്, എനിക്ക് എൻ്റെ ഈ ആലയത്തിലുള്ള ഈ ദൈവം എൻ്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ എന്താ പറയുന്നത്, ദാവീദിനെ കുറിച്ച് അവിടെ പറയുന്നത്, ഇച്ചിരി മുന്നേ പറയുന്നത്, ദ ലോർഡ് സെഡ് ടു മൈ ലോർഡ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ദാവീദ് എന്ത് ചെയ്തു, ക്രിസ്തുവിനെ എന്ത് വിളിച്ചു, പ്രഭു എന്ന് വിളിച്ചു. ഈ സ്ത്രീ എന്തോ ചെയ്യുന്നത്, ദാവീദിന്റെ വാക്കുകളാൽ പ്രഭു എന്ന് വിളിച്ചു. ഈ സ്ത്രീ എന്ത് ചെയ്തു, പ്രവർത്തിയാൽ എന്ത് ചെയ്തു, ദൈവത്തെ പ്രഭു എന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ആലയത്തിലുള്ള ദൈവം എൻ്റെ ദൈവമാകുന്നു. അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു കാഴ്ചപ്പാട് എൻ്റെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴാണ് ഞാൻ സ്വയമേ എന്ത് ചെയ്യുന്നത്, താഴുന്നത്. എൻ്റെ സകലതും ഞാൻ എന്ത് ചെയ്യുന്നത്, ക്രിസ്തുവിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്, ദൈവത്തിലോട്ട് ഞാൻ സമർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ധനം, എൻ്റെ ആത്മാവ്, എൻ്റെ എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നത്, ദൈവത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. ഓൾ ദീസ് പീപ്പിൾ ഗേവ് ദെയർ ഗിഫ്റ്റ്സ് ഔട്ട് ഓഫ് ദെയർ വെൽത്ത്. അവരുടെ മറ്റീരിയൽ ബ്ലെസ്സിങ്ങിനകത്തു നിന്നാണ് അവർ കൊടുക്കുന്നത്, എക്സ്റ്റേണൽ ആയിരിക്കുന്നതിനകത്തു നിന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീനെ കുറിച്ച് പറയുക, ഇവക്ക് ജീവിക്കാനുള്ളത്, ലൈക്ക് ഫ്രം ഹർ ഇന്നർ ഷീ ഹാസ് ഗിവൻ, ഫ്രം ഹർ ഇന്നർ ബീയിങ് ഷീ ഹാസ് ഗിവൻ. ആമേൻ. അതുപോലെ ആയിരിക്കണം നമ്മുടെ താഴ്മ. താഴ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊന്നുമല്ല എന്നല്ല, ദൈവം എൻ്റെ എല്ലാമാണെന്ന് പറയുമ്പോഴാണ് ശരിയായ താഴ്മ നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എൻ്റെ ദൈവമാകുന്നു, ദൈവം എൻ്റെ പ്രഭുവാകുന്നു. ആ സമയത്ത് ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ താഴ്മ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഷീ ഗേവ് ഔട്ട് ഓഫ് ഹർ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് അവളുടെ സകലതും കൊടുത്തത്. കാരണം എന്തുവാ, അവൾ ആലയത്തിലുള്ള ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ദൈവം എനിക്ക് പ്രൊട്ടക്ഷൻ മാത്രമല്ല തരുന്നത്, ഈ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ സ്രോതസ്സാകുന്നു. ഹീസ് മൈ സോഴ്സ്, ഹീസ് മൈ സോഴ്സ്. ആ സോഴ്സ് ആകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സകലതും ഞാൻ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ളവർ ഇച്ചിരേ കൊടുക്കത്തുള്ളൂ. കാരണം ഇച്ചിരി കൊടുത്താൽ എല്ലാം കൊടുക്കണ്ട, ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. കാരണം എന്തുവാ, അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്തുവാ, ഞാൻ സകലതും കൊടുത്താൽ ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് ഞാൻ പോകും, എൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ സ്ത്രീ പറയുന്നത്, എൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നുകൊണ്ടാണ്, എൻ്റെ പൈസ എന്നെ നയിക്കുന്നുകൊണ്ടല്ല, എൻ്റെ ദൈവം എന്നെ നയിക്കുന്നുകൊണ്ടാണ്. എൻ്റെ ദൈവം എൻ്റെ ദൈവമാകുന്നു, എൻ്റെ ദൈവം എൻ്റെ പ്രഭുവാകുന്നു. ആ ഒരു കാഴ്ചപ്പാട്, ദൈവം ആരാകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, താഴ്മയുടെ ഒരു അവസ്ഥയിലോട്ട് വരും. അതാണ് ശരിയായ താഴ്മ. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2:5 നമുക്ക് വായിക്കാം. യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുടെ അകത്തും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു അവിടെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ക്രിസ്തു ദൈവമായിട്ടും സ്വന്തമായിട്ട് എന്ത് ചെയ്തില്ല, ദൈവമായിട്ട് തന്നെ നോക്കിയില്ല. ഹി ഡിഡ് നോട്ട് കൺസിഡർ ഹിംസെൽഫ് ഈക്വൽ ടു ഗോഡ്. പക്ഷെ എന്ത് ചെയ്തു, ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് എന്തായി, ആ താഴ്മയുടെ ആ ഒരു അവസ്ഥയിലോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹി ഹംബിൾഡ് ഹിംസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ക്രിസ്തു തന്നെ എന്ത് ചെയ്തു, താഴ്ത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്, കർത്താവ് എന്ത് ചെയ്തത്,
ഉയർത്തിയത്. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, therefore God exalted him to the highest place. എന്തുകൊണ്ട് ഹയസ്റ്റ് പ്ലേസിലോട്ട് എക്സോൾട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് ഏറ്റവും വലിയൊരു പൊസിഷനിലോട്ട് ദൈവം ക്രിസ്തുവിനെ കൊണ്ടുവന്നത്? കാരണം ക്രിസ്തു സ്വയമേ എന്ത് ചെയ്തു? തന്നെത്താനെ എന്ത് ചെയ്തു? താഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തോളം സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ഹി ഹംബിൾഡ് ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് എൻ്റെ താഴ്ത്തി എന്നാണ് പറയുന്നത്. ബിക്കോസ് ഹി ഹംബിൾഡ് ഹിംസെൽഫ് ടു ഡെത്ത്, ഗോഡ് എക്സോൾട്ടഡ് ഹിം ടു ഹെവൻസ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു താഴ്മ വേണമെങ്കിൽ, ഹല്ലേലൂയ, അതിൻ്റെ ഏറ്റവും നമുക്ക് സ്വർഗത്തിലോട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരണത്തിൽ വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തണം. ആ താഴ്മയുടെ ആ അവസ്ഥ വരുന്നത് എപ്പോഴാണ്? ദൈവമാകുന്നു, ദൈവം എൻ്റെ പ്രഭുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കാഴ്ചപ്പാട് വരുമ്പോഴാണ്. യെശയ്യാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് നോക്കാം. യെശയ്യാവ് 6:1 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. യെശയ്യാവ് ഇത്രയും നാൾ മിനിസ്ട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഉസ്സിയ രാജാവ് മരിക്കുമ്പോഴാണ് യെശയ്യാവിന് എന്ത് കിട്ടുന്നത്? ഒരു ദർശനം കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദർശനം കിട്ടുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ നിൽക്കുന്നത്. സിംഹാസനത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? യെശയ്യാവ് ചിരിക്കുവാണോ? യെശയ്യാവ് സന്തോഷിക്കുവാണോ? അല്ല. യെശയ്യാവ് എന്ത് ചെയ്യുക? എന്ന് പറയുന്നത് കമന്ന് വീണ് എന്തോ പറയുന്നത്? ഞാൻ പാപിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് ഐ ആം എ സിന്നർ, ഐ ആം എ മാൻ ഓഫ് അൺക്ലീൻ ലിപ്സ്. ഇത്രയും വർഷം മിനിസ്ട്രി ചെയ്ത്, ഇത്രയും വർഷം ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് നടന്ന് ഉസ്സിയ രാജാവ് മരിച്ചപ്പോഴാണ് ആദ്യം ദർശനം കാണുന്നത്. ഈ ദർശനം കാണുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്തുവാ? പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുന്നത്. തന്നെത്താനെ എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ മുൻപാകെ താഴ്ത്തുന്നത്. ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുക. ദൈവം എൻ്റെ ദൈവമാകുന്നു, ദൈവം സിംഹാസനത്തിൽ എന്നെ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം എൻ്റെ പ്രഭുവാകുന്നു. എല്ലാം സൃഷ്ടിച്ച ദൈവം എൻ്റെ പ്രഭുവാകുന്നു, എന്നെ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ദർശനം നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തോ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തോ നമുക്ക് മനസ്സിലാകുന്നത് എന്തുവാ? ഞാൻ ഒന്നുമല്ല. ഞാൻ ഈ കാണിക്കുന്ന സർക്കസ് എല്ലാം, എനിക്കുള്ള ഈ ധനമെല്ലാം, എനിക്കുള്ള ഈ പഠിത്തമെല്ലാം, പ്രൈസ് ദി ലോർഡ്, ഒന്നുമല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമല്ല. ഐ ആം നത്തിങ്. വൈ? ബിക്കോസ് ഗോഡ് ഈസ് എവറിഥിങ്. ഈ സ്ത്രീ ആലയത്തിൽ വരുമ്പോൾ എന്തോ പറയുന്നത്? ധനം ഇടുമ്പോൾ അവൾക്കൊരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ലാതെ ഈ സ്ത്രീ ഇടുക. എന്തുകൊണ്ടാണ് ഇടുന്നത്? കാരണം ദൈവം എല്ലാം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് മൈ എവറിഥിങ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തുവാ? ദൈവം എൻ്റെ പ്രഭുവാകുന്നു. ഹി ഈസ് മൈ ഗോഡ്, ഹി ഈസ് മൈ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആൾക്കാരൊക്കെ ധനം ഇടുമ്പോൾ, ഈ സ്ത്രീ ധനം ഇടുമ്പോൾ 2 കാശ് ഇടുന്നത്, 2 കോപ്പർ കോയിൻസ് എന്നാണ് അവിടെ പറയുന്നത്. ഇത് ഇടുമ്പോൾ തന്നെ നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഓഫറിംഗ് ബാഗ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ആരും കാണിക്കത്തില്ല. പക്ഷേ ഈ സെമിനറിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും മിനിമം ഒരു 10 രൂപയെങ്കിലും നമ്മളിടും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു അച്ചായൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അച്ചായൻ ടേബിളിൽ പോയിട്ട് നോക്കി. അപ്പോൾ ഒരു രൂപയുടെ കോയിൻ ഇങ്ങനെ 2 എണ്ണം കിടപ്പുണ്ടായിരുന്നു. അച്ചായൻ അതെടുത്ത് ഓഫറിംഗ് ബാഗിലോട്ട് ഇട്ടപ്പോഴത്തേക്കും അത് രണ്ടും ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കി പറഞ്ഞു, അച്ഛാ എന്ത് പറ്റി? 2 കാശേ ഇടാനുള്ളൂന്ന്. അച്ഛനങ്ങോട്ട് നാണം വന്നു. 2 കാശേ ഉള്ളൂ, 2 രൂപ ഇട്ടിട്ടുള്ളൂ. പ്രൈസ് ലോ. കാരണം എന്താ? സൗണ്ട് ഉണ്ടാക്കുമല്ലോ ഓഫറിംഗ് ബാഗ് നമ്മൾ ഇടുമ്പോൾ. പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. there is an embarrassment when she is putting. ആൾക്കാർ നോക്കുമ്പോൾ എന്തുവാ? ഇതൊന്നുമല്ല, ഇത് നാണക്കേടാ. പക്ഷെ ദൈവത്തിൻ്റെ ക്രിസ്തു അത് കാണുമ്പോൾ എന്തുവാ? ക്രിസ്തു കാണുമ്പോൾ പറയുക, ഈ സ്ത്രീ ഏറ്റവും അധികം ഇട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം എല്ലാം ഉള്ളതാണ് അങ്ങോട്ട് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര ചെറിയൊരു വർക്ക് നമ്മൾ ചെയ്താലും അത് നമ്മൾ ദൈവം എൻ്റെ ദൈവമാകുന്നു, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. എൻ്റെ ചെറിയൊരു ടാലൻ്റ് ആണെങ്കിലും, എൻ്റെ ചെറിയൊരു ഒരു ക്വാളിറ്റി ആണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അതിൽ കൂടെ ഞാൻ ദൈവത്തെ സഹായിക്കും. അതിൽ കൂടെ ഞാൻ അതിൽ കൂടെ ഞാൻ ദൈവത്തെ എന്ത് ചെയ്യും? ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്.
ദാറ്റ് ഇസ് വേർഡ്. ഞാൻ ദൈവത്തെ സെർവ് ചെയ്യും, ഞാൻ ദൈവത്തെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ ഭാഗ്യം. അതാണ് കർത്താവ് നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെറിയൊരു കരച്ചിൽ പോലും ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരയുമ്പോഴും നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ വരാത്തൊരവസ്ഥ വരുമ്പോഴും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അത് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീനെ കുറിച്ച് അതാണ് നമ്മൾ വായിക്കുന്നത്. ഈ സ്ത്രീ ദൈവത്തിൻ്റെ മുൻപാകെ താഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എൻ്റെ ദൈവമാകുന്നു. ഈ ദൈവം എനിക്ക് പ്രൊട്ടക്ഷൻ മാത്രമല്ല, മറ്റീരിയലായിട്ട് ബ്ലെസ്സിങ് മാത്രമല്ല തരുന്നത്, പക്ഷേ ഈ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം എൻ്റെ എല്ലാം ആകുന്നു. ധനവാൻ എന്തുവാ? ദൈവം എന്നെ നടത്തുന്നുണ്ട്, പക്ഷെ എൻ്റെ പൈസ ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ സ്ത്രീ പറയുക, എനിക്ക് ഈ 2 കാശേ ഉള്ളൂ, ഈ 2 കാശ് കൊണ്ടൊന്നും ഞാൻ അടുത്ത ദിവസം ഞാൻ ജീവിക്കാൻ പോകുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ എല്ലാം ആകുന്നു. ഹീസ് മൈ എവറിത്തിങ്, ഹീസ് മൈ ഓൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ഒരു താഴ്മ ഉള്ളതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് എന്ത് സംഭവിക്കുന്നത്? ദൈവം ക്രിസ്തു എന്ത് ചെയ്യുന്നത്? അവളെ പ്രശംസിക്കുന്നത്, ആൾക്കാരുടെ മുൻപാകെ, ജനത്തിൻ്റെ മുൻപാകെ പ്രശംസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിൽ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുമ്പോൾ, ആത്മാർത്ഥതയോട് മാത്രമല്ല, അതൊരു ഒരു നോർമൽ ഒരു വാക്കാണ്. ആത്മാർത്ഥത മാത്രമല്ല, ഞാനൊരു കാഴ്ചപ്പാടിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. എന്തുവാ കാഴ്ചപ്പാട്? ദൈവം എൻ്റെ പ്രഭുവാകുന്നു. അതുകൊണ്ട് എൻ്റെ ചെറിയ ക്വാളിറ്റി, എൻ്റെ ഒരു ചെറിയൊരു ഒരു സ്കിൽ, അത് വെച്ച് ഞാൻ ദൈവത്തെ ഞാൻ സേവിക്കുക, അത് വെച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുക, അത് വെച്ച് ഞാൻ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വലിയ പ്രസംഗം നമ്മൾ പ്രസംഗിച്ചില്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരോട് നമുക്ക് നന്നായിട്ട് സംസാരിക്കാമെങ്കിൽ, ഹല്ലേലൂയ, അവരോട് നമുക്ക് സുവിശേഷം പറയാമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം അതിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന, യാക്കോബ് യേശാവിനെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞ്? നിന്റെ മുഖം കാണുന്നത് ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആയിരിക്കും ചിലർ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളെ കാണുമ്പോൾ അവർ പറയണം, നിന്റെ മുഖം കാണുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തുവാ? ഞാൻ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ എല്ലാം സന്തോഷം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ മുഖത്തിൽ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആ ഒരു സ്നേഹത്തിൻ്റെ മുൻപാകെ, ആ ഈ ഒരു വചനത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ നമുക്ക് താഴ്ത്താം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ താഴ്മ നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ ചെറുതാക്കുന്നതല്ല താഴ്മ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ വലുതായിട്ട് കാണുന്നതാണ് താഴ്മ. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രഭുവാകുന്നു, ദൈവം എൻ്റെ ദൈവമാകുന്നു, ഈ ദൈവമല്ലാതെ എനിക്കൊരു ജീവിതമില്ല, ദൈവം എൻ്റെ എല്ലാം ആകുന്നു. ഈ സ്ത്രീ ചെയ്തതുപോലെ പ്രൈസ് ദി ലോർഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? ഈ ആലയത്തിൽ അകത്തുള്ള ദൈവത്തെ ഞാൻ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. ഈ ദൈവം എൻ്റെ എല്ലാമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ധനവാന് വേണ്ടി ആലയം മാത്രമായിരുന്നു. ആലയമുണ്ടെങ്കിൽ എനിക്ക് സുരക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സ്ത്രീക്ക് വേണ്ടി ആലയത്തിനകത്തുള്ള ദൈവം, ആലയത്തിനകത്ത് വസിക്കുന്ന ദൈവം, അതെൻ്റെ ദൈവം, ആ ദൈവം എൻ്റെ ദൈവം, ആ ദൈവം എൻ്റെ എല്ലാം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് പ്രശംസ ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ താഴ്ത്തുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് പ്രശംസ നമ്മൾ പ്രാപിക്കും, ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം നമ്മൾ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നിന്ന് ബലവും ശക്തിയും നമ്മൾ പ്രാപിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ്, ഹല്ലേലൂയ, നമ്മുടെ ചെറിയ സ്കില്ലാണെങ്കിലും അത് നമുക്ക് ഒരു നാണമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടെയായിരുന്നു നമ്മളെല്ലാവരും എബി പാസ്റ്ററെ പോലെ 100 കിലോമീറ്റർ 200 കിലോമീറ്റർ എല്ലാ ദിവസവും ട്രാവൽ ചെയ്ത് സുവിശേഷം പറയാൻ നമ്മളെ ദൈവം വിളിച്ചിട്ടില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനായിരിക്കും? നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരോട് സംസാരിക്കാനായിരിക്കും, നമ്മുടെ കുടുംബത്തെ നയിക്കാനായിരിക്കും, നമ്മുടെ പിള്ളേരെ നയിക്കാനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് നന്നായിട്ട് ചെയ്യുവാനായിരിക്കും ദൈവം നമ്മളെ ഈ സമയത്ത് വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നന്നായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അറിയണം, ഈ ദൈവം എൻ്റെ എല്ലാമാകുന്നു, ഈ ദൈവം എൻ്റെ പ്രഭുവാകുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നീ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ കർത്താവേ നിന്നെ നോക്കി ജീവിക്കുവാനും കർത്താവേ നിന്നെ പ്രഭുവായി കാണുവാനും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആശ്രയിപ്പാൻ കർത്താവെ നീ അല്ലാതെ വേറെ ആരുമില്ല എന്നാ ഉള്ള ഭാവം, ആ ഒരു ചിന്ത കർത്താവ് ഞങ്ങളുടെ അകത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, വരും ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ചെറിയ കർത്താവെ ധനം, നമ്മുടെ അകത്തുള്ള കർത്താവെ ആ ധനം കർത്താവെ നിനക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുവാൻ കർത്താവെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സാം മുന്നോട്ട് വന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്ത ഭൃത്യൻ വചനത്തിൽ നിന്നും ആത്മീക ദൂതുകൾ താഴ്മയുള്ളവരായി ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു പാട്ടിൻ്റെ ഈരടി 2-3 വരി മാത്രം നമുക്കൊന്ന് പാടാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരി വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരി വരമധികം. നീട്ടം വരാത്ത നീ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. അതുകൊണ്ട് സഭ പാടൂ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളി അടയ്ക്കാം. നിത്യനും പരിശുദ്ധരുമായ ഞങ്ങളുടെ നല്ല സ്വർഗ്ഗപിതാവേ, കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ച ദിവസം മുതൽ ഇന്നേ ദിവസം വരെ എന്നിലും ശക്തർ എന്നിലും ഭക്തർ കർത്താവെ ഇവിടുന്ന് ദൈവത്തിൻ്റെ ദൂതുകൾ കൈമാറി. വിശേഷാൽ കർത്താവെ അല്പസമയങ്ങൾ അങ്ങയുടെ വിശിഷ്ട ദൈവദാസൻ അഭിഷേകത്തിൻ്റെ നിറവിൽ ഞങ്ങളോട് ആത്മാവിൻ്റെ ദൂതും പ്രബോധനവും കൈമാറിയല്ലോ. കർത്താവെ, വിക്കനായ മോശയുടെ നാവിനോട് കൂടിയിരുന്ന അഭിഷേകം ഏറെയായ അടിയൻ്റെ നാവിനോടും കൂടിയിരിക്കണമേ. അടിയനും അങ്ങയുടേത്, ഈ ജനവും അങ്ങയുടേത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ഈ ജനത്തിൻ്റെ മേൽ ചലിക്കുന്നതിയോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കണം എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഉപവാസ പ്രാർത്ഥനയിൽ അധികം മുഖവര പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും പ്രാരംഭരായിട്ട് തന്നെ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആമേൻ. നമ്മൾ ഇരിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയിലാണ്. ആമേൻ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് 3 മറുപടി എൻ്റെ കൊച്ചു ചിന്തയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നോട് കൈമാറി. കുഞ്ഞെ, പ്രാർത്ഥനയ്ക്ക് ചില പ്രാർത്ഥനകൾക്ക് ദൈവം ഒരിക്കലും നോ പറയത്തില്ല. ദൈവം അവിടെ പറയുന്നത് അനദർ പ്ലാൻ എന്നാണ്. നമ്മുടെ പല പ്രാർത്ഥനകളും എന്തുകൊണ്ട് ഇത് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ ആമേൻ, ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. ദൈവത്തിന് അതിൻ്റെ നടുവിൽ ഒരു തക്കതായ പ്ലാനും പദ്ധതികളുമുണ്ട്. ഒരിക്കൽ ആമേൻ ദാവീദ് ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. സംഭവം കൊച്ചിനെ ദൈവം കൊടുത്തു, പക്ഷെ കൊച്ചു മരിച്ചുപോയി. അതേ ബർശേബയുടെ ഉദരത്തിൽ തന്നെ ദൈവം ശലോമോനെ ദാവീദിന് നൽകി. ഏലിയാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ തീ കത്തണം, തീ കത്തി. മഴയ്ക്ക് വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചു, കർത്താവേ മഴ പെയ്യണം. 1, 2, 3, 4, 5, 6 ദിവസം മഴ പെയ്തു. എങ്ങനെ? കൈപ്പത്തി പോലെ മേഘം സ്വർഗത്തിൽ നിന്ന് ഉയരുന്നു. സംഭവം കൈപ്പത്തി പോലെ ഉണ്ടെങ്കിലും പട്ടണം നിറയ്ക്കുവാൻ ആ മേഘത്തിന് ശക്തി ഉണ്ടായിരുന്നു. പിന്നീട് ഏലിയാവ് ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ ശുശ്രൂഷ മടുത്തു. ശത്രുവിൻ്റെ പോരാട്ടങ്ങളും ഈ ആയുധങ്ങളും ചലിക്കുവാൻ ഇനി എനിക്ക് ശക്തിയില്ലെന്ന് മടുത്ത ഏലിയാവ് പറഞ്ഞു, കർത്താവേ മരിച്ചാ മതി. നമ്മൾ പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ആമേൻ. ഈ ലോകത്തിലെ ശത്രുവിൻ്റെ ആധിപത്യത്തിൻ്റെ മുന്നിൽ എൻ്റെ വേല ഇവിടം കൊണ്ട് നിനച്ചു, നിന്റെ ദൂത് ഇവിടം കൊണ്ട് നിനച്ചു. ശത്രു നിന്നെ കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞില്ലേ മരിച്ചാ മതിയെന്ന്. എന്നാൽ അങ്ങനെ പലപ്പോഴും ദൈവം ആ പ്രാർത്ഥന കേട്ടെങ്കിൽ ഈ സൂം മീറ്റിങ്ങിൽ കാണുവാൻ ആമേൻ നമ്മൾ പലരും കാണത്തില്ല. ആമേൻ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് എൻ്റെ വാക്കുകളിൽ ദൂതിലേക്ക് കടക്കാൻ പോകുകയാണ്. ആമേൻ. എൻ്റെ അടുത്തുള്ളൊരു വ്യക്തി മരിച്ചാൽ ആമേൻ നമ്മൾ ആ വീട്ടിലേക്ക് ഓടിച്ചെല്ലും.
ആമേൻ ആ വീട്ടിലെ കാര്യക്കാരനായി കാര്യങ്ങളെല്ലാം ഏറ്റെടുത്താൽ ആമേൻ അവർ നമ്മളെ കാര്യങ്ങൾ നിശ്ചയിക്കുവാൻ നിയോഗിക്കും. ആമേൻ ആ വ്യക്തിയുടെ ഫോട്ടോവും കാര്യങ്ങളും നിയോഗിച്ച് നമ്മൾ നേരെ എങ്ങോട്ട് പോകും? മലയാള മനോരമയുടെ ഓഫീസിലേക്ക് പാഞ്ഞെടുക്കും. അവിടെ ചെന്ന് റെസീറ്റ് അടച്ച് ഫീസ് അടച്ച് അടുത്ത ദിവസം ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുക. എന്തിനാ? ഞാൻ കൊടുത്ത റിപ്പോർട്ട് വന്നിട്ടുണ്ടോന്ന്. എവിടെ ഫോട്ടോ ഇല്ലെങ്കിലും ഫോട്ടോ വരുന്ന ഒരു കോളമാ ചരമകോളം. ചരമകോളത്ത് ആ ഫോട്ടോ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമായി അച്ചായൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൊടുത്തതുപോലെയല്ല റിപ്പോർട്ട് വന്നത്. അവിടെ ഒരു എഡിറ്റിംഗ് നടന്നു. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഒരു എഡിറ്റിംഗ് നടത്തുന്നുണ്ട്. അടര ഭൗഡ ചമന സങ്കരേ അർത്തിയെ രഗതകസിയ. പലപ്പോഴും നീ പ്രാർത്ഥിച്ചിട്ട് എന്തിനീ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന് ദൈവകുഞ്ഞെ നീ നനച്ച സമയത്ത് എൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു എഡിറ്റിംഗ് ദൈവം നടത്തുന്നുണ്ട്. ആമേൻ. ഞാൻ പിന്നീടും ദൈവസന്നിധിയിൽ ചിന്തിച്ചു, കർത്താവേ, അങ്ങ് എന്തിനാണ് ഈ മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിച്ചത്? ആമേൻ. 1-ാം ദിവസം സൃഷ്ടിച്ചാൽ ഇവൻ പറയും ഞാനും കർത്താവും കൂടിയാ ഈ കണ്ട ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിച്ചതെന്ന്. എന്നെ ദൈവം സൃഷ്ടിച്ചതിൽ എൻ്റെ ചിന്തയിൽ ഏറ്റവും അഹങ്കാരം പിടിച്ചൊരു സാധനമാണ് മനുഷ്യൻ. ആമേൻ. മനുഷ്യൻ പറയും എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. ആമേൻ. എന്നാൽ 7-ാം ദിവസം നോക്കിക്കേ, മനുഷ്യൻ്റെ 1-ാം ദിവസം അഥവാ ആ 1-ാം ദിവസം ശബത്താ. ആ 1-ാം ദിവസം കാരണം ദൈവത്തെ ആരാധിക്കുവാനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നിന്നെയും എന്നെയും ഇവിടെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ പ്രഥമ പരിഗണന എന്താണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കുവാൻ. ബൈബിളിൽ ദൈവം ദൈവത്തിൻ്റെ എന്ന് പറയുന്ന ആദ്യത്തെ വാക്കാണ് ദൈവത്തിൻ്റെ തോട്ടം. ദൈവം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞവിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇതൊന്ന് തൊട്ടു പറഞ്ഞു, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ദൈവം അതിവിശുദ്ധ സ്ഥലത്തിറങ്ങി. പർവ്വതത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ദൈവം അതിവിശുദ്ധ സ്ഥലത്തിറങ്ങി. കൂടാരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ദൈവം അതിൻ്റെ അകത്തിറങ്ങി. എന്നാൽ 120 പേർ ദൈവ സാന്നിധ്യത്തിൽ ഒത്തുകൂടിയപ്പോൾ ദൈവം എവിടെ ഇറങ്ങി? ദൈവ സാന്നിധ്യത്താലോ ആ ഹോള് നിറഞ്ഞു എന്നവിടെ എഴുതിയിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മുടെ അകത്തിറങ്ങി. ഇന്ന് രാത്രി ചലിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെയും എൻ്റെയും അകത്ത് ചലിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4:7 വാക്യം ഒന്ന് വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ആമേൻ. മതി. താങ്ക് യു ആൻറ്റി. ആമേൻ. ഒന്ന് ശ്രദ്ധിക്കണമേ, ഈ അത്യന്ത ശക്തി എന്തിനാണ്? നിത്യത. ഈ അത്യന്ത ശക്തി, ഈ നിക്ഷേപം എവിടെയാണ് നിറച്ചിരിക്കുന്നത്? ദൈവം മൺപാത്രങ്ങളുടെ മേൽ. എൻ്റെയും നിങ്ങളുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ കിട്ടിയാൽ നമ്മൾ നേരെ ഓടിയെടുക്കുന്നത് എങ്ങോട്ടാ? ആമേൻ. ഇന്നലെ തുടങ്ങിയ എക്സ് ബാങ്കിലേക്കല്ല, ആമേൻ, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായ SBIയിലേക്ക് നമ്മൾ ഓടിയെടുക്കും. കാരണം എന്നാ? ഒരു ഉറപ്പുണ്ട്. ആമേൻ. ഒരുറപ്പുണ്ട്. ആമേൻ. SBIയിൽ ഇച്ചിരി അക്കൗണ്ട് കിട്ടാൻ പാടാണെങ്കിലും അവിടെ എൻ്റെ പൈസ സേഫാന്നൊരു ഉറപ്പുണ്ട്. എന്നാൽ ഒരു ഉറപ്പുമില്ലാതെ ദൈവം ഈ അത്യന്ത ശക്തി ഉടഞ്ഞു പോകാമെന്ന, വീണു പോകാമെന്ന ഈ മൺപാത്രമേൽ പണിതത് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ശക്തി നിന്റെ മേൽ നിക്ഷേപിച്ചിരിക്കുക. ഓ, നീ ഈ സാന്നിധ്യം വഹിക്കുക. നിന്നെ തകർക്കുവാൻ അന്ധകാര മണ്ഡലത്തിന് കഴിയത്തില്ല. നിന്നെ തകർക്കുവാൻ രോഗശക്തികൾക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബെഥെസ്ദ ചർച്ച് ഓഫ് ഗോഡ്, നിന്നെ തകർക്കുവാൻ ശത്രുവിന്റെ പല പദ്ധതികളും വന്നിട്ടും എന്തിനാ നീ തകരാതെ നിലനിന്നത്? ഈ അത്യന്ത ശക്തി നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിഴലടിച്ചത് കൊണ്ടാ. ആമേൻ. ആരാധനയുടെ മഹിമയെക്കുറിച്ചാണ് എൻ്റെ ദൂതിലേക്ക് ഞാൻ കൈമാറാൻ പോകുന്നു. ആമേൻ. ഒരിക്കൽ ആമേൻ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലുണ്ട്. നിങ്ങളത് വായിക്കേണ്ട. ബെറോബയിലെ ആൾക്കാരെ പോലെ ആമേൻ വചനം ശോധന ചെയ്യുന്നവരാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റട്ടെ. ഒരിക്കൽ അഭിഷക്തനായ മോശ പർവ്വതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കയറി. പർവ്വതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം കൊടുത്ത കൽപ്പനകൾ എഴുതി അഭിഷക്തൻ ഇരിക്കെ ആമേൻ. ആദ്യത്തെ കൽപ്പന എന്താ നമുക്കറിയാം? വിഗ്രഹങ്ങളെ ഒന്നും
ആരാധിക്കരുത്. അതാണ് ഏറ്റവും ആദ്യത്തെ കൽപ്പന. ആമേൻ. എന്ന ശത്രുവിൻ്റെ പദ്ധതി നോക്കിക്കേ, പർവ്വതത്തിൽ അഭിഷക്തം കയറിയപ്പോൾ താഴ്വാരത്ത് അവൻ പണി തുടങ്ങി. താഴ്വാരത്ത് എന്താ ശത്രു ചെയ്തത്? ആമേൻ. അഗരോൻ പാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുറച്ച് ഗ്രൂപ്പ് വന്ന് പറഞ്ഞു, പാസ്റ്ററേ ആമേൻ ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം, ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു. എന്ത്? ഞങ്ങൾക്കൊരു ദൈവത്തെ. പാസ്റ്റർ പറഞ്ഞ, അച്ഛാ കമ്മിറ്റി കൂടിയതല്ലേ, ദൈവത്തെ ഉണ്ടാക്കാം. അങ്ങനെ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അർബാനഗസിയ. ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട ജനം, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തിയും കണ്ട എൻ്റെ ജനം ഏദൻ പൂങ്കാവനത്തിൽ ദൈവത്തിൻ്റെ കാലടി ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ ആദമും ഹവ്വയും സന്തോഷിച്ചെങ്കിൽ ഇവിടെ ജനം കൈയടിക്കുന്നത് കാളക്കുട്ടിയുടെ കൊളമ്പടി ശബ്ദം കേട്ടുകൊണ്ടാ. പല സഭകളും കാളക്കുട്ടിയുടെ കൊളമ്പടി ശബ്ദത്തിനൊപ്പം ആമേൻ ചലിക്കുമ്പോൾ ഇന്ന് പകൽ ആലപ്പുഴ സഭയെ നീ ചലിക്കുന്നത് ദൈവത്തിന്റെ കാലടി ശബ്ദത്തിനാ. ആമേൻ. എന്താ ഇവർ മോശെ കണ്ടൊരു കുറ്റം? ആമേൻ. മോശയ്ക്കുള്ള പ്രത്യേകത, മോശ എല്ലാവരും പറയുന്നത് പോലെ ചലിക്കത്തില്ല, നിയോഗമുള്ളവനാ മോശ. ആമേൻ. 3-ാം മാസം ഞാവണപ്പെട്ടിക്കകത്തൊഴുകി കൊട്ടാരത്തിൽ കയറിയ മോശ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അച്ഛാ 3-ാം മാസം ഞാവണപ്പെട്ടിക്കകത്തൊഴുകി കൊട്ടാരത്തിൽ കയറി മോശക്കെങ്കിൽ ഇന്ന് പകൽ ആത്മനദിയിലൊഴുകി നീ ആത്മമണ്ഡലത്തിൽ കയറാൻ പോകുകയാ. അർത്ഥാനഗസിയ. മോശ നല്ല ഒരു പാർലമെന്റിയൻ അല്ല. ഇവർ നോക്കുമ്പം ആമേൻ ക്ലോസപ്പ് ചിരിച്ചിരിക്കുന്ന ഒരു പാസ്റ്ററല്ല മോശ. പാച്ചറേ എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്ന ഒരു വ്യക്തിയല്ല. അവൻ നിയോഗത്തിനൊപ്പം ചലിക്കുന്നവനാ. ആമേൻ. ഇളിച്ചു കാണിക്കുന്ന വ്യക്തിയല്ല, അവൻ അഭിഷേകത്തിന് മുൻഗണന കൊടുക്കുന്നവനാ. അതുകൊണ്ട് ഇവർ കാളക്കുട്ടിയുടെ കൊളമ്പടി. കാളക്കുട്ടിയാകുമ്പോൾ പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല, അതിൻ്റെ ഒപ്പം അങ്ങ് കൈയടിച്ചാൽ മതി. ആമേൻ. മോശ മുളക്കയെ നിർത്തിയാലും തോക്കും, കുമ്പനാട് നിർത്തിയാലും തോക്കും. കാരണം ഇവരുടെ കളിക്കും ആമേ സെക്രട്ടറിക്കൊന്നും മോശെ കിട്ടത്തില്ല. അവൻ നിയോഗം കണ്ടവനാ. ഞാൻ പലപ്പോഴും കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു. ആമേൻ. മോശ എന്താ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയേ? അദൃശ്യനായ മോശ. ആമേൻ. അദൃശ്യനായ ദൈവത്തെ കണ്ട് മോശ കൊട്ടാരത്തിൽ നിന്നിറങ്ങി. ആമേൻ. നീ പോയി കാണുന്നവനല്ല ദൈവം, നിന്നെ വന്നു കാണുന്നവനാ ദൈവം. ഇന്ന് രാത്രി ആ സാന്നിധ്യം ആലപ്പുഴ ചർച്ച് ഓഫ് ഗോഡ്. ആമേൻ. എന്റെ ആത്മാവ് ദൂത് പറയുന്നു, കാളക്കുട്ടിയുടെ കൊള്ളമ്പടി ശബ്ദം കേട്ട് ആമേൻ വിശുദ്ധിയില്ലാതെ, വേർപാടില്ലാതെ, പ്രമാണമില്ലാതെ ആരാധിക്കാനല്ല എന്റെ ആത്മാവ് നിന്നെ വിളിച്ചത്. ഓ ദൈവത്തിന്റെ കാലടി ശബ്ദം കേട്ടുകൊണ്ട് സഭ കൈയടിക്കുമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നിന്റെ മൺകൂടാരത്തിന്റെ മേൽ എന്റെ ആത്മാവ് പകരുമോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന, ഞാനും ഒരു നാളിൽ അങ്ങനെ കേൾക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ആമേൻ. ഒരിക്കൽ ദാവീദ് അച്ചാച്ചനോട് ആമേൻ ചിലവർ ചോദിച്ചു, ദാവീദേ നീ ദൈവത്തിനെ ആരാധിക്കുന്നതൊക്കെ ശരിയാ, പക്ഷേ ആമേൻ ദൈവസന്നിധിയിൽ നിന്നെ തളച്ചിട്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. കാരണം ആമേൻ ദാവീദിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ പറയുന്നു, അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് അവനെക്കുറിച്ച് പലരും പറഞ്ഞു. ആരാ പറഞ്ഞേ? പാസ്റ്ററാണോ പറഞ്ഞേ? ആമേൻ പ്രവാചകനാണോ പറഞ്ഞേ? ദൈവമാണോ പറഞ്ഞ? അല്ല, പലരും പറഞ്ഞു. ആമേൻ. ഈ പലരും പറഞ്ഞ കേൾക്കുന്നവനല്ല നീ, ദൈവം പറയുന്നത് കേൾക്കുന്നവനാ നീ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നേരത്തെ ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞു. ആമേൻ. അപ്പൻ ആനോക്ക് ദൈവത്തോടു കൂടെ നടന്നവനാ. ആനോക്കിൻ്റെ അപ്പൻ യാരദ് 962 സംവത്സരം ജീവിച്ചു. ആനോക്കിൻ്റെ മകൻ മെഥുശലേക്ക് 969 സംവത്സരം ജീവിച്ചു. ആനോക്ക് 369 സംവത്സരം ജീവിച്ചു. എന്നാലും ദൈവത്തോട് കൂടുന്ന ആനോക്കിനോടും ഇവർക്ക് ചിലത് പറയാനുണ്ട്. ഈ അച്ചാച്ചന്മാർ എവിടെ കണ്ടാൽ എന്തെങ്കിലും പറയുന്നവരാ. എന്താ അച്ചാച്ച നിനക്ക് പറയാനുള്ളത്? അമ്മേ കുഞ്ഞെ, നീ ദൈവത്തോട് കൂടെ നടന്നവനാ ശരിയാ, നീ അത്ഭുതം കണ്ടവനാ ശരിയാ, പക്ഷേ നിന്റെ അപ്പനും മകനും ജീവിച്ചതിൻ്റെ പകുതി സംവത്സരം പോലും നീ ജീവിച്ചില്ല. റഭാനഗസിയ. അമ്മ മനുഷ്യൻ നിന്നെക്കുറിച്ച് അഭിപ്രായങ്ങളുടെ കൂമ്പാരം പറയുമ്പോൾ എൻ്റെ ദൈവം നിന്റെ ദൃഷ്ടി വെച്ച് ഇന്ന് രാത്രി ഒരു ആലോചന കൈമാറുന്നു. ദൈവമാ. ഓ റബനഗസിയ. ഹല്ലേലൂയ. ആമേൻ. ആരാധനയുടെ മഹിമ പഴയ നിയമത്തിൽ ആമേൻ ആദിയിൽ ഒരു ആരാധനയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആമേൻ. കായിനും ആബേലും. എന്താ കായിന്? ഇന്നുകൊണ്ട് കായിൻ, ഇന്നുകൊണ്ട് ആബേൽ. എങ്ങനെ തിരിച്ചറിയാൻ വെച്ചാൽ കായിനെയും ആബേലിനെയും ആമേൻ എത്ര നല്ല പാട്ടാണെങ്കിലും, എത്ര നല്ല ആരാധനയാണെങ്കിലും, എത്ര നല്ല വചന ശുശ്രൂഷയാണെങ്കിലും ആമേൻ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ മുഖം കുത്തി വീർപ്പിച്ചിരിക്കും.
ആമേൻ. അവർക്ക് ചിരിയൊന്നുമില്ല, അവരിങ്ങനെ നിരിക്കും. ആമേൻ. ബാറ്റിനെ കൊല്ലുന്ന വിശ്വാസിയാ. കറണ്ട് ഉണ്ട് ശരിയാ, ബാറ്ററി ഉണ്ട് ശരിയാ, പക്ഷെ കൊതുക് വരുമ്പോൾ മാത്രമേ കൈ ചലിക്കത്തുള്ളൂ. ഇന്ന് രാത്രി നിന്നെ വിളിച്ചിരിക്കുന്നത് ബാറ്റിനെ കൊതുകിനെ കൊല്ലാനല്ല, ആത്മാവിൽ ചാലിക്കാനാ. ചിലതുണ്ട് മിക്സിയെ പോലെയാ, ചുമ്മാ കിടന്നാടും, ഭയങ്കര ആട്ടവാ. എന്ന മോട്ടർ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഒച്ചയാ. അവൻ 10 നില കെട്ടിടത്തിന്റെ മേളിലും ആടിത്തട്ടിലുള്ള വെള്ളത്തെ വലിച്ചു കയറ്റുന്നത് ഈ മോട്ടറാ. ഇന്ന് രാത്രി കരണ്ട് നിന്റെ മേ പാസ് ചെയ്താൽ നിന്റെ ലെവല് മാറാൻ പോകുക. അമ്മ ഞാൻ തിരിപ്പിക്കട്ടെ, ഈ കായിനെ ആബേലിനെ പോലെ അമ്മേ മുഖം കുത്തി വീർപ്പിച്ച ദൈവം നിന്നെ കായിന്ന് വിളിക്കും. എന്നാൽ അഭിഷേകത്തിൽ ദൈവസന്നിധി മുട്ടുകുത്തി അടിയനിതാ എന്ന് കരഞ്ഞാൽ സ്വർഗം ഇന്ന് രാത്രി നിന്നെ വിളിക്കും. ആബേലേ, എത്ര പേർ തയ്യാറാകുന്നു? ആബേലേ, ആബേലേ എന്നുള്ള വിളിക്ക്, സ്വർഗത്തിന്റെ വിളിക്ക് കാതോത്തുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകുന്നു? ഹല്ലേലൂയ. ഈ മോശയെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാ മോശ. ആമേൻ. അഭിഷേകത്തിൻ്റെ ശക്തി മോശയുടെ മേൽ വീണതാ. ഹല്ലേലൂയ. എന്നാൽ മോശയ്ക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, മിരിയാം. ഈ 85 വയസ്സായ മിരിയാമമ്മച്ചിക്കും ആമേൻ അകത്ത് ചെറിയൊരു കയ്പുണ്ട്. എന്താ മിരിയാമമ്മച്ചിക്ക് കഴിപ്പ്? മിരിയാമിനെ നോക്കിക്കോണേ. അമ്മൻ 3-ാം മാസം മോശ അമ്മൻ ഒഴുകുന്നത് ദൂരെ നിന്ന് കണ്ടതാ മിരിയാം. അമ്മേൻ മിരിയാമിൻ്റെ അമ്മ കൊട്ടാരത്തിൽ ചെന്ന് മോശയ്ക്ക് പാല് കൊടുത്ത് അതേ പൈസയ്ക്ക് മിരിയാമിന് ആരോറൂട്ട് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു കാണും. എന്നാൽ ഈ വിടുതലെല്ലാം കണ്ടപ്പോഴും അമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ആമേൻ ഹല്ലേലൂയ ചെങ്കടൽ കടക്കുമെന്നറിഞ്ഞ് തപ്പ് ബാഗിലിട്ടിരുന്നതാ മിരിയാമമ്മച്ചി. കാരണം എന്നെ അപ്പുറത്ത് ചെന്നിട്ട് ആരാധിക്കാം. അത്രയ്ക്ക് വെളിപ്പാടുള്ള മിരിയാമമ്മച്ചിക്കും കറുപ്പിനോടൊരു വിദ്വേഷം. കറുപ്പിനോടൊരു വിദ്വേഷം നിന്റെ അകത്ത്. അതുകൊണ്ട് എന്നാ സംഭവിച്ചേ? 7 ദിവസം പാളയമടച്ചിട്ടു. ദൈവം ശ്രദ്ധിക്കണമേ, കറുപ്പിനോട് വിദ്വേഷമുള്ള മിരിയാമമ്മച്ചിക്ക് ദൈവം വെളുത്ത കുഷ്ഠമാണ് കൊടുത്തത്. ആമേൻ. ഇന്ന് രാത്രി നിന്റെ അകത്ത് ചില വിശ്വാസികൾ ടെലിസ്കോപ്പും കൊണ്ടാണ് നടക്കുന്നത്. എന്താ ടെലിസ്കോപ്പിന്റെ പ്രത്യേകത? ദൂരത്തുള്ളത് അടുത്ത് കാണും. ആമേൻ. ഇന്ന് രാത്രി നിന്റെ ടെലിസ്കോപ്പ് മാറ്റിയിട്ട് വില കുറഞ്ഞൊരു കണ്ണാടി മേടിക്ക്. റബാനഗസിയ, അതാകുമ്പോൾ നിന്നെ തന്നെ കാണും. ആമേൻ. അച്ചായന്റെ കുറ്റം എവിടെയാ? ആമേൻ. തോമസ് അച്ചാച്ചന്റെ മുഖം എങ്ങനെയാ ഇരിക്കുന്നത്? തോമസ് അച്ചാച്ചന്റെ മുഖം വെള്ളമൊഴിച്ച് കഴുകിയാ മാറും. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരൊന്ന് ഒഴുക്കാമോ? ഓ റബാനസിയാന, നിന്റെ അളവുകോലൊന്ന് മാറ്റ്. ആമേൻ. ഞാൻ വേഗം പോകുന്നു. 1 രാജാക്കന്മാർ 19:13. 1 രാജാക്കന്മാർ. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. മതി. ആമേൻ. ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. എന്തിനാച്ചാ ഈ പുതപ്പ് കൊണ്ട് മുഖം മൂടിയേ? ആമേൻ. നേരിട്ടങ്ങ് ചെല്ലാൻ വരായിരുന്നു. ആമേൻ. പറയാം. ആമേൻ. ദൈവസാന്നിധ്യം മനുഷ്യന്റെ തൊക്കിലേക്ക് നേരോട്ടടിച്ചാൽ കത്തിപ്പോകും. അതുകൊണ്ട് ആ പുതപ്പ് കൊണ്ട് മുഖം മൂടിയേ. ആമേൻ. അപ്പൊ ദൈവസാന്നിധ്യം എവിടെ അടിച്ച? പുതപ്പിലടിച്ചേ. അതുകൊണ്ട് ഈ പുതപ്പിനോട് ഇത്ര പിടി. ദൈവസാന്നിധ്യം. ആമേൻ. ലൂക്കോസ് 24:49 പറയുന്നു, വായിക്കണ്ട, ഇത് ധരിക്കുന്നതാണ്. ആമേൻ. ഈ അഭിഷേകത്തിന്റെ ശക്തി ധരിച്ച നീ ചില സാഫാത്തിന്റെ മകനെ കാണാൻ പോകും. എന്തിനാ സാഫാത്തിന്റെ മകനെ കാണുന്നത്? ഈ അഭിഷേകത്തിന്റെ പുതപ്പൊന്നിടാൻ. ഒന്ന് ശ്രദ്ധിക്കണം, ഈ സാഫാത്തിന്റെ മകനായ ഏലീശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 11 കാളേ ഉള്ളുവായിരുന്നു, 12 എണ്ണം ഇല്ല അവിടെ. ആമേൻ. ഞാനൊക്കെ ആണെങ്കിൽ ചെളി ആയതുകൊണ്ട് ഇറങ്ങത്തില്ല. ആമേൻ. എന്ന സാഫാത്തിന്റെ മകൻ ഏലീശ അങ്ങ് ഇറങ്ങി. വിധേയത്വം, അഭിഷക്തം, നേരത്തെ പറഞ്ഞ പോലെ താഴ്മ. ആമേൻ. അവൻ ഇറങ്ങി. കാരണം ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു പ്യൂൺ വന്നില്ലെങ്കിൽ മാനേജർക്ക് താഴ്മയുണ്ടെങ്കിൽ പ്യൂണാകാം. മാനേജർ വന്നില്ലെങ്കിൽ പ്യൂൺ മാനേജർ ആവാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി താഴ്മയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് ഇന്ന് രാത്രി കൈമാറുന്ന ദൈവമാ. ഓ ശക്തി പ്രാപിച്ചിട്ട് സാഫാത്തിന്റെ മകനെ കാണാൻ പാടുള്ളൂ. ഓ, എന്നാലേ പുതപ്പിടാൻ പറ്റത്തുള്ളൂ. ശക്തി പ്രാപിച്ച നീ ചില സാഫാത്തിന്റെ മകനെ ഇന്ന് രാത്രി പിടിച്ചെടുക്കുവാൻ എന്റെ ആത്മാവ് നിന്നെ ശക്തീകരിക്കുന്ന രാത്രി.
ഒരു വാക്യം കൂടി വായിക്കാം. 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു കൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. മതി. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണമേ, അപൂർവ കാര്യം വന്നു. ആമേൻ. എന്തിനാ നിനക്ക് ഇത്ര പരിശോധന? ആമേൻ. അനേക ചെറുപടകുകൾ ആലപ്പുഴയിലില്ലേ? ബെഥെസ്ദ ചർച്ച് ഓഫ് ഗോഡിനോട് എന്താ ഇത്ര പോരാട്ടം? നിനക്കെതിരെ എന്താ ഇത്ര ആമേൻ അപവാദം? ആമേൻ. ദൂത് പറയാം, നിന്റെ മേലുള്ള ശുശ്രൂഷ അപൂർവമാ, നിന്റെ മേലുള്ള ദൂത് അപൂർവമാ, നിന്റെ മേലുള്ള വചനത്തിന്റെ ആഴം അപൂർവമാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്, അപൂർവ കാര്യമുള്ള നിനക്കെതിരെ ശത്രു പടവെട്ടുമ്പോൾ ചില നൂലുമായി ചിലവന്മാർ പുറപ്പെടും. അറകപ്പരകസിയാനകതനെ. ആമേൻ. എഗസ്കേല് ആമേൻ തീരത്ത് നിൽക്കുമ്പോൾ എഗസ്കേല് ആമേൻ ഒരു പുരോഹിതനാ. എന്താ പുരോഹിതന്റെ പ്രത്യേകത? മനുഷ്യൻ പറയുന്നത് ദൈവത്തോട് പറയുന്നവൻ പുരോഹിതൻ. എന്താ പ്രവാചകന്റെ പ്രത്യേകത? ആമേൻ. ദൈവം പറയുന്നത് മനുഷ്യനോട് പറയുന്നവൻ പ്രവാചകൻ. തീരത്തിരിക്കുന്നത് നീ പുരോഹിതൻ. അവൻ നദിക്കകത്തോട്ടങ്ങ് ഇറങ്ങിയ നീ പ്രവാചകൻ. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകമുള്ള നിനക്കെതിരെ ശത്രു അളവുകോലും കൊണ്ട് വരും. അളവുകോലും കൊണ്ട് വരുമ്പോൾ നരിയാണി വരെ വെള്ളം ഉള്ളെങ്കിൽ അളക്കാൻ എളുപ്പമാണ്. ഓ റബാസിയാന, ഇന്ന് പകൽ അളവുകോല് കൊണ്ട് വരുന്ന ചിലതിനെ എൻ്റെ ആത്മാവ് തിരിച്ചറിയുന്നു. അഡുരാ ഫൗഡാ ചകതകസിയ. ഇന്ന് രാത്രി നീ ആത്മനദിയിലേക്ക് അങ്ങ് ഇറങ്ങാമോ? അളവുനൂലും കൊണ്ട് ഏത് വേന്ദ്രം വന്നാലും, ഇന്ത്യയിലെ ഏറ്റവും വലിയ അളവുകാരൻ വന്നാലും, ആത്മനദിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയ നൂലിന്റെ നീളം കുറയും. നൂലിന്റെ നീളം കുറയും. അവൻ നരിയാണി വരെ വെള്ളമുള്ളെങ്കിൽ ശത്രു നിന്നെ അളക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലേക്ക് സഭയൊന്ന് ഇറങ്ങുമോ? ഓ റബസിയ, നിന്റെ ജീവിതത്തിന്റെ ലെവലിനെ മാറ്റുവാൻ എൻ്റെ ആത്മാവിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. അടന ഫൗഡകസിയ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാം. ഈ പുതപ്പൊന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അമ്മൻ ഭാര്യാഭയോനാച്ചായൻ, എല്ലാവർക്കും അറിയാം ഭാര്യാഭയോനാച്ചായൻ. ഞാൻ ചെറുപ്പം തൊട്ടെൻ്റെ വല്യമ്മച്ചി എന്നോട് പറയുന്ന ഒരു കഥയാ ഭാര്യാഭയോനാച്ചായൻ്റെ. ഞാനിങ്ങനെ അന്വേഷിച്ചു, ആരാണ് ഈ ഭാര്യാഭയോനാച്ചായൻ? ചെറുപ്പം തൊട്ട് എൻ്റെ പപ്പയും വല്യമ്മച്ചയും പറയുന്ന ആമേൻ സാക്ഷ്യവും ജീവന്റെ സാക്ഷ്യവും കൊച്ചു മനസ്സിൽ എന്നെ കത്തിക്കാൻ തുടങ്ങി. ആമേൻ. ഭാര്യാഭയോനാച്ചായൻ. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു സാക്ഷ്യം എനിക്ക് കിട്ടി, ജീവിക്കുന്ന സാക്ഷ്യം. ഇത് കഥയല്ല, ജീവിക്കുന്ന സാക്ഷ്യം. ആമേൻ. പത്തനംതിട്ടയിൽ ജനിച്ച, ഭാര്യാപുരത്ത് ജനിച്ച, 3ാം ക്ലാസ്സും റബ്ബർ ടാപ്പിങ്ങും മാത്രം അറിയാമെന്ന നമ്മുടെ ഭാര്യാഭയോനാച്ചായൻ ആമേൻ കൽക്കട്ടയിൽ ചെന്നു. കൽക്കട്ടയിൽ ചെന്നിട്ട് എന്താ ആമേൻ 4 കൊറിയൻകാർ, ആമേൻ സൗത്ത് കൊറിയൻകാർ ഭാര്യാഭയോനാച്ചായൻ്റെ അടുത്ത് വന്നു. ആമേൻ. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ദൈവസഭയായിരുന്നു പാസ്റ്റർ പോൾ യോങ്ങിച്ചോയുടെ സഭ. ആമേൻ. ഭാര്യാഭയോനാച്ചായൻ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് ആത്മശക്തിയിൽ പ്രവചിച്ചുകൊണ്ട് സൗത്ത് കൊറിയക്കാരോട് കൊറിയൻ ഭാഷയിൽ ദൂത് തുടങ്ങി. ആമേൻ. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പോൾ യോങ്ങിച്ചോയോട് പറഞ്ഞു, ദൈവദാസ, ആമേൻ ഒരു അഭിഷക്തനുണ്ട്. ആമേൻ. ആ അഭിഷക്തൻ ഞങ്ങളുടെ ജീവിതം അവസാനം മുതലുള്ള കാര്യം ആത്മാവിൽ പ്രവചിച്ചു. പത്തനംതിട്ടക്കാരനായ നമ്മുടെ ഭാര്യാഭയോനാച്ചായൻ, 3ാം ക്ലാസ്സും റബ്ബർ ടാപ്പിംഗും അറിയാവുന്ന ഭാര്യാഭയോനാച്ചായന്റെ പേര് അഭിഷേകത്തിന്റെ പുതപ്പ് വീണപ്പോൾ ഇന്ന് രാത്രി പിതാക്കന്മാരായ നമ്മെ ബഹുമാനപ്പെട്ട അഭിഷക്തൻ ഭാര്യാഭയോനാച്ചായൻ നിത്യതയിൽ ചേർക്കപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്നും മാറിയിട്ടില്ല, മറയത്തില്ല. എന്നാൽ അഭിഷേകത്തിന്റെ പുതപ്പ് വീണാൽ ഇന്ന് രാത്രി ബൈബിൾ കോളേജിലെ സർട്ടിഫിക്കറ്റ് മെഴുകുതിരിയുടെ കീഴിൽ വെക്കുവാനല്ല ആത്മാവ് നിനക്ക് തന്നത്. അഭിഷേകത്തിന്റെ പുതപ്പ് വീണ ആലപ്പുഴ സഭ സരിക്കുമെങ്കിൽ ചില സാഫാത്തിന്റെ മകനെ പിടിക്കുവാൻ എൻ്റെ ആത്മാവ് നിന്നിൽ കൈമാറുന്നു. അഭിഷേകത്തിന്റെ പുതപ്പ് ആലപ്പുഴ സഭയുടെ മേൽ പെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പുതപ്പ് വീണ് ആമേൻ കാളക്കുട്ടിയുടെ കൊളമ്പടി ശബ്ദം കേട്ടുള്ള ആരാധനയല്ല, ദൈവത്തിന്റെ കാലടി ശബ്ദം കേട്ടുള്ള ആരാധനയാ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
എൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്റെ ജനത്തോട് കൂടെ ഇരിക്കണം. അർത്ഥന ഭൗഡന ഭൗഡകസി അർത്ഥരേ ഭൗഡകസിയ. ഓ, നീ വചനത്തിൻ്റെ ശക്തി കേൾക്കുമ്പോൾ നിന്നെ കെട്ടിപ്പൂട്ടിയിരിക്കുന്ന ചില പാരമ്പര്യ മണ്ഡലങ്ങളും ചില രോഗശക്തികളും ഓ റബസിയ ചില ബ്രെയിൻ ട്യൂമറുകളും ഇന്ന് രാത്രി സൗഖ്യത്തിൻ്റെ കരം വീശട്ടെ. വിശ്വസിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇന്ന് രാത്രി ഇറങ്ങും. അഭിഷക്തന്മാർ നിത്യതയിലേക്ക് പറന്നുപോയി, എന്നാൽ അഭിഷേകത്തിൻ്റെ പുതപ്പ് പറന്നുപോയിട്ടില്ല. പ്രാർത്ഥന കേൾക്കണം എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആരും പോകരുത്. അനുഗ്രഹിക്കപ്പെട്ട 2 സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രിയ കുഞ്ഞുങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപയുടെ ആഴത്തിൽ സംസാരിപ്പാനിടയായി. ഒരു അപൂർവ കാര്യം, നിൻ്റെയൊക്കെ ശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു. ആ പദം വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു പദമാണ്. ഇന്ന് രാത്രിയിൽ അസാധാരണമായിരിക്കുന്ന പരീക്ഷയുടെ ശാലയ്ക്കകത്തൂടെ കടന്നു പോകുന്ന ദൈവക്കുഞ്ഞുങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നെഞ്ചത്ത് കൈവച്ച് അല്ലെങ്കിൽ പറ, ഇന്ന് രാത്രി ഒരു അപൂർവ കാര്യത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു അപൂർവ വിടുതൽ അതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടെങ്കിൽ അവർ ആരാമീൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നലകളിൽ ഞാൻ നേരിടാത്ത ഏതോ ഒരു ശോധനയ്ക്കകത്തൂടെ, ഇന്നലകളിൽ കാണാത്ത ഒരു പ്രതിസന്ധിക്കകത്തൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു അപൂർവ വിടുതൽ ഇന്ന് രാത്രി നടക്കാൻ പോകുകയാണ്. ഒരാമീൻ പറഞ്ഞു എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുന്നവരൊക്കെ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കരം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ തലമുറയുടെ വിഷയമാകട്ടെ, കുടുംബപരമായ വിഷയമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമാധാനക്കേട് പിശാച് വരുത്തിയതാകട്ടെ, വസ്തു സംബന്ധമായ ഇടപാടാകട്ടെ, തലമുറയുടെ ഭാവി വിഷയമാകട്ടെ, ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് രാത്രി ഒരു അപൂർവ വിടുതൽ അതിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ ആ വിഷയത്തിൽ എഴുന്നേറ്റ് വരത്തില്ലെന്നും നീ തകർന്നെന്നും പിശാച് നിന്നോട് വാദിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങൾ പ്രസംഗിച്ച വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയാം, അതിന്റെ നടുവിൽ ഒരപൂർവ വിടുതൽ ഇന്ന് രാത്രി കാണുകയാണ്. വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നവർ ഇന്ന് രാത്രി സ്തോത്രം പറ. ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാർ അവരെ നെഞ്ചത്ത് മുറിവേൽപ്പിച്ചു, ശരീരത്ത് സ്വന്തമായി ശരീരം മുറിപ്പെടുത്തി രക്തം ചിന്തിക്കൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി അവർ വാഗവസ്തുവിന്റെ മുൻപിൽ കടന്നുകൊണ്ട് ആർത്തു വിളിച്ചിട്ടും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടില്ല. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ആർത്തു വിളിച്ചൊരു അനേകര് പരാജയം ഏറ്റുവാങ്ങി സുല്ലിട്ട് പുറകോട്ട് പോയപ്പോൾ ഒരു ഭക്തൻ വരികയാ. അവൻ പറയുക, ദൈവനാമത്തിൽ അവൻ ആരാധിച്ചപ്പോൾ ആരാധനയ്ക്കകത്ത് തീ ഇറക്കിയ ദൈവം എന്റെയും നിന്റെ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി പട്ടണത്തിലുള്ള ദൈവജനത്തോട് പറയാം, അന്യ ആരാധനയുടെ സമയം കഴിഞ്ഞു. ഇനി പ്രാർത്ഥിക്കുന്നവന്റെ സമയമാ, ഇനി ആരാധിക്കുന്നവന്റെ സമയമാ, അവന്റെ വിടുതലിന്റെ സമയമാ. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്നലകളിൽ മുറിപ്പെടുത്തിക്കൊണ്ട് ആരാധനയാന്ന് പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥനയാന്ന് പറഞ്ഞുകൊണ്ട് വ്യവസ്ഥയില്ലാതെ പ്രാർത്ഥിച്ച്, തീരുമാനമില്ലാതെ പ്രാർത്ഥിച്ച്, വ്യവസ്ഥയില്ലാതെ പ്രാർത്ഥിച്ചു കുഴയല്ലാതെ ഈ വിഷയത്തിൽ തീ ഇറങ്ങത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ഓർക്കോ, വ്യവസ്ഥയില്ലാത്ത വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചു കുഴഞ്ഞു നിർത്തും. എന്നാൽ ഇന്ന് രാത്രി വ്യവസ്ഥയുള്ള വിഷയത്തിന് വേണ്ടി ഒരാമീൻ പറഞ്ഞാൽ അതിൻ്റെ മേൽ തീ ഇറക്കി തരും. ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? അവരൊന്ന് ആമീൻ ഇട്ടാട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ഹല്ലേലൂയ, നിങ്ങളുടെ അടയാളം ഒരു ആമീൻ പറഞ്ഞാട്ടെ ഇന്ന് രാത്രി. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി പാരമ്പര്യം വ്യവസ്ഥയില്ലാതെ നിനക്കെതിരായി നേർച്ചകളും കാഴ്ചകളും മന്ത്രവാദ ശക്തികളും കുതന്ത്രങ്ങളും നേരിട്ട് നിന്നെ തകർത്ത് തരിപ്പണമാക്കുവാൻ പദ്ധതികളും നിന്റെ തലമുറയെ നശിപ്പിച്ചു കളയുവാൻ പദ്ധതികളും തയ്യാറാക്കിയെങ്കിൽ ഇന്ന് രാത്രി പറയാൻ കഴിഞ്ഞ 30 വർഷമായി 40 വർഷമായി നിന്റെ പേര് പറഞ്ഞു, നിന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, നിന്റെ തലമുറയുടെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ്, ആളിലും നിന്റെ ആയുസ്സിനെതിരായി, നിന്റെ ആരോഗ്യത്തിനെതിരായി, നിന്റെ
സാമ്പത്തിക മേഖലക്കെതിരായി പിശാച് നിന്ന് താണ്ഡവമാടിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവ്, ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം, നിന്റെ സമയമാ. ഇനിയുള്ള നാളുകൾ നിന്റേതാ. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ സ്തുതിക്ക. ഇന്ന് രാത്രി നിന്റെ സമയമാ. ഈ ജൂലൈ മാസം നിന്റേതാ. ഇന്ന് രാത്രി തീയിറങ്ങുന്ന നാളാ. ഒരാമീ പറ. ഇനി പാരമ്പര്യത്തിന്റെ സമയം കഴിഞ്ഞെന്ന്, മന്ത്രവാദിയുടെ സമയം കഴിഞ്ഞെന്ന്, കൈനോട്ടക്കാരന്റെ സമയം കഴിഞ്ഞെന്ന്, അന്യാരാധയുടെ സമയം കഴിഞ്ഞെന്ന്. ഏലിയാവേ, നിന്റെ ഊഴവാ. ഇനി പ്രാർത്ഥിക്കുന്നവന്റെ ഊഴവാ. സ്തോത്രം പറയാവോ? എൻ്റെ മാതാവ് ഹല്ലേലൂയ കഴിഞ്ഞ നാളുകൾ പറഞ്ഞ ഒരു പദം ഞാൻ പറയാം. ഹല്ലേലൂയ, ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, എൻ്റെ അനുജന്മാർ രണ്ടുപേരും കർത്തൃവേലയിൽ, എൻ്റെ അനിയത്തിമാർ രണ്ടുപേരും കർത്തൃവേലയിൽ. ഹല്ലേലൂയ, എൻ്റെ മാതാവ് കർത്തൃവേലയിൽ. ഞങ്ങൾ കുടുംബം 3 പേർ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ. ഞങ്ങളുടെ വീട്ടിലൊരു എഞ്ചിനീയർ ഇല്ല, ഞങ്ങളുടെ വീട്ടിലൊരു ഡോക്ടർ ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ ഹല്ലേലൂയ സ്പെഷ്യലൈസ് ചെയ്തവരില്ല. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്. സ്തോത്രം. എന്റെ മോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും ഡീപ്പായിട്ട് അവൻ പറയുമെന്ന് ഞാൻ ഓർത്തില്ല. എന്നാൽ ശൈശവപ്രായത്തിൽ അവൻ ഇത്രയും സംസാരിച്ചതിന് ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രി ഞാനതിലേക്കൊന്നും പോകുന്നില്ല, അതെൻ്റെ സബ്ജക്റ്റ് അല്ല. ഹല്ലേലൂയ, ദൈവനെ വളർത്തട്ടെ. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു കാര്യം ഈ സൂമിലുള്ളവരോട് ഞാൻ പറയാം. നിന്റെ സമയമാ, നിന്റെ സമയമാ. സ്തോത്രം പറ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യ അടുത്തുണ്ടെങ്കിൽ കൈ കൊടുത്തിട്ട് പറ, അച്ഛാ ഹല്ലേലൂയ സ്തോത്രം, ഇടി നമ്മുടെ സമയമെടുത്തു, നമ്മുടെ തലമുറയുടെ വിടുതലിന്റെ സമയമെടുത്തു. അച്ഛാ നമ്മുടെ സമയമെടുത്തു. സ്തോത്രം പറ. ആമേൻ. കൈ കൊടുക്കാൻ ആരുമില്ലെങ്കിൽ സ്വർഗത്തിലേക്കൊന്ന് കൈ ഉയർത്തി പറ. ആമേൻ പറ. ഇന്ന് രാത്രി നിന്റെ സമയമാകട്ടോ, നിന്റെ സമയമാ. ഏതാ? അറക്കാൻ കൊണ്ടുപോകാനല്ല, തകർക്കാൻ കൊണ്ടുപോകാനല്ല, 6 അടി മണ്ണിനകത്ത് നിന്നെ ഒടുക്കാനല്ല. നീ എഴുന്നേൽക്കാൻ സമയമായി. ഇന്ന് രാത്രി ഈ ദൂതിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ തയ്യാറാകും? ഈ പട്ടണത്തിൽ ഞാൻ എഴുന്നേൽക്കാൻ സമയമായി. നിന്റെ തലമുറ എഴുന്നേൽക്കാൻ സമയമായി. ദേശത്ത് നിന്റെ തലമുറ എഴുന്നേൽക്കാൻ സമയമായി. ഇനി ഒരു കാര്യം പറയും. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂടപ്പുറപ്പിനോട് ഞാനൊരു ദൂത് ആത്മാവിൽ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മുള്ളിൻ്റെ മേല ഹല്ലേലൂയ മോശ പർവ്വതത്തിലേക്ക് ദൈവം വിളിച്ചത് മോശയാണ്. പക്ഷെ ദൈവം വെറുതെ ഇറക്കിയില്ല. അതിനകത്ത് ദൈവം ചിലത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇന്ന് രാത്രി ചിലത് നിന്റെ കയ്യിൽ തരും. സ്തോത്രം പറയാം. ആരും കാണാത്ത ചില ശുശ്രൂഷകൾ, ആരും കാണാത്ത ചില വെളിപ്പാടുകൾ, ആരും അനുഭവിക്കാത്ത ചില ശുശ്രൂഷയുടെ മുഖങ്ങൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം തരും. ഒരാമയും പറയാൻ എത്ര പേർ തയ്യാറാകുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസൻ സിജി പാസ്റ്റർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആസ്വാദം പറയും. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കേണ്ട. ഒരു പാട്ട് പാടണമെന്നുണ്ടായിരുന്നു, എന്നാൽ സമയം നമ്മുടെ മുൻപിൽ പോയി. സോറി കർത്തദാസന്മാരെ, നാളെ നമുക്ക് വീണ്ടും ഗാനങ്ങൾ കേൾക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ സിജി പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയെ ആസ്വാദം പറഞ്ഞു നിർത്തും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഇവിടെ, കുഴപ്പമില്ലല്ലോ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായ സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരാത്ത ഒരു ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നപ്പ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായി വെട്ടുക്കിളി, വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരും. ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആമേൻ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഇന്ന് രാത്രി ഞങ്ങളുടെയിൽ നിന്ന് ശത്രു തട്ടിക്കൊണ്ടുപോയ ഒരു സംവത്സരം ഞങ്ങൾക്ക് മടക്കി തരുന്ന ഒരു സീസൺ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, അതിനപ്പുറം ഞങ്ങളുടെ തലമുറകൾ പ്രവചിക്കുന്ന, ഞങ്ങളുടെ തലമുറകൾ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുന്ന, ഞങ്ങളുടെ സഭയ്ക്കകത്തുനിന്ന് ഞങ്ങളുടെ തലമുറകൾ പ്രവാചകന്മാരായി, ഞങ്ങളുടെ തലമുറകൾ അപ്പോസ്തലന്മാരായി, ഞങ്ങളുടെ തലമുറകൾ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകരായി എഴുന്നേൽക്കുന്നത് ബെഥെസ്ദ ചർച്ച് ഓഫ് ഗോഡ് കാണട്ടെ. കർത്താവെ, അതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ,
ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഒരു ശുശ്രൂഷയുടെ അനോയിന്റിങ് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ചലിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപയുടെ ആഴം വ്യാപരിച്ചു തുടങ്ങട്ടെ. രാത്രി ഈ മീറ്റിങ്ങിന് ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ആൽവിൻ പാസ്റ്റർക്കായ സ്തോത്രം. ആമേൻ. നല്ലൊരു ദൂത് അങ്ങയുടെ അഭിഷേകത്തിനെ കൂടി സ്വർഗം സംസാരിച്ചല്ലോ. താഴ്മയുള്ളവരായിരിക്കാൻ അപ്പ ഞങ്ങൾക്ക് പുകഴൊന്നുമില്ലപ്പ. ഞങ്ങൾ ആയതല്ല, നീ ഞങ്ങളെ ആക്കിയതാണ്. ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾ നേടിയതല്ല, അങ്ങ് ഞങ്ങൾക്ക് തന്നതാണ്. അങ്ങ് കർത്താവെ താഴ്മയുള്ളവരായി അഹങ്കരിക്കാതെ അങ്ങയുടെ സന്നിധി താഴ്മയുള്ള ആമേൻ 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 മാനപാത്രങ്ങളായി ഞങ്ങളെ മാറ്റണമേ. സാമിലൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതനായ സ്തോത്രം. പൈതലിനെ സ്വർഗം ബലപ്പെടുത്തണമേ. 2 അഭിഷക്തന്മാരെ സ്വർഗം ബലപ്പെടുത്തണമേ. കർത്താവെ, ലോകത്തിന്റെ ആമേൻ മോഹങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം തലമുറകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മക്കൾ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ശക്തരായ ശുശ്രൂഷകരാക്കി സ്വർഗം മാറ്റുന്നതിനായി സ്തോത്രം. ജോയിൻ ചെയ്ത എല്ലാ ഫാമിലികൾക്കായി, എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ജൂലൈ മാസം 1-ാം തീയതി ഞങ്ങൾ ദൈവദാസന്മാരും സഭയും ഒരുമിച്ച് നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവരെ ക്ലേശിപ്പിച്ച ആമേൻ സംവത്സരങ്ങൾക്ക് സ്വർഗം ഇരട്ടിയായി പ്രതിഫലം കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്നു. പെട്ടെന്നുള്ള രോഗങ്ങളെ ശാസിക്കുന്നു. പെട്ടെന്നുള്ള മരണങ്ങളെ ശാസിക്കുന്നു. ആമേൻ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലേ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സുഖത്തോടെ അവർ കിടന്നുറങ്ങട്ടെ. ദൈവിക ദർശനങ്ങൾ അവർ കാണട്ടെ. ദൈവിക കാഴ്ചപ്പാടുകൾ വെളിപ്പെടട്ടെ. നാളെ നടക്കുന്ന ആരാധനയ്ക്കായി സ്തോത്രം. അഭിഷേക്തന്മാരെ സ്വർഗം കൂട്ടിവരുത്തും. ദൈവമഹത്വം നിന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടും. ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസന്റെ പാസ്റ്റർക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന മറ്റെല്ലാ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അഭിഷേക്തന്മാർക്കായി സ്തോത്രം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തവരുണ്ട്. ബ്ലെസ് ദം ലോർഡ്. അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വർഗം പ്രവർത്തിക്കണം. രാത്രി ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് വിടുവിച്ചതിനായ സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവരാജ്യം മഹത്വപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സവകാശവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ശുശ്രൂഷിച്ച 2 അഭിഷക്തന്മാരോടും ആമേൻ, നബി പാസ്റ്ററോടും കുടുംബത്തോടും ദൈവസഭയോടും ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ മേഘപ്രത്യക്ഷത വരെ എന്നേക്കും നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ആമേൻ ആമേൻ. ഇന്ന് രാത്രി ജയതന്ന ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you all. ദാസനെ നന്ദി. വളരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ, ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ ഈ സഭയിൽ നിന്ന് ദൈവക്കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും. ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? ഇനി അതിനകത്ത് പ്രസംഗം വരും. ഇനി അനേക കുഞ്ഞുങ്ങൾ, അധ്യാപകർ, സൺഡേ സ്കൂൾ അധ്യാപകരെ ഓർത്ത് സ്തുതിക്കുന്നു. നിങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് നിൽപ്പാൻ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ചയിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ഇതേ സമയത്ത് 7:30 നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള അവസരമുണ്ട്. കടന്നു വന്ന് പങ്കെടുത്ത എല്ലാവർക്കും, വിദേശ രാജ്യത്തു നിന്നും സ്വദേശത്തു നിന്നും എല്ലാം വന്ന എല്ലാവർക്കും നന്ദി അറിയുന്നു. ഗോഡ് ബ്ലസ് യു ആൾ. നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലസ് യു. ആമേൻ.